തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. സങ്കീർത്തനം 107:20 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ഈ തിരുവചനം നമ്മെ സൗഖ്യമാക്കുന്നതാണ്. ഈ ദൈവവചനം നമ്മെ വിടുവിക്കുന്നതാണ്. ഈ ദൈവവചനത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളില്ല. ഈ ദൈവവചനത്തിന് അഴിക്കാൻ കഴിയാത്ത ബന്ധനങ്ങളില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അത് ദൈവവചനത്താൽ ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൽപ്പിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിങ്ങളെല്ലാവരും ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ ദാസൻ റെയ്നാഡ് ബോങ്കെ എന്ന് പറയുന്ന അഭിഷക്തനെ കുറിച്ച് അറിയാം. അതേ ഒരുപാട് പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. ഒരുപാട് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. അതേ ആഫ്രിക്കയുടെ മേഖലയിൽ വലിയൊരു ഉണർവിന് വേണ്ടി കർത്താവ് ഒരു കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിച്ച ഒരു അഭിഷക്തനായിരുന്നു സുവിശേഷകൻ റെയ്നാഡ് ബോങ്കെ. അതേ താൻ ഒരിക്കൽ കോങ്കോ എന്ന് പറയുന്ന രാജ്യത്ത് സുവിശേഷവുമായി താൻ കടന്നു ചെല്ലുവാനായിട്ടിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിങ്ങിന് അനന്തരം അവിടെയുള്ള സംഘാടകർ തന്നോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ജയിലുണ്ട്. ആ ജയിലിൽ അത് ഞങ്ങൾ എല്ലാ ആഴ്ചയും കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കാറുണ്ട്. അവിടെ ഒരു കൂട്ടം തടവ് പുള്ളികൾ അത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോടൊപ്പം ഒന്ന് ആ ജയിലിൽ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ, കാണാൻ വന്നാൽ കൊള്ളായിരുന്നുവെന്ന് ഈ കർത്താവിൻ്റെ ദാസനോട് പറയുവാനായിട്ടിടയായി. ഇത് കേട്ട കർത്താവിൻ്റെ ദാസൻ റെയ്നാഡ് ബോങ്കെ വളരെ സന്തോഷത്തോടെ അവരുടെ ആ ഇൻവിറ്റേഷൻ താൻ അക്സെപ്റ്റ് ചെയ്തു. അതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ സുവിശേഷകരോട് ഒരുമിച്ച് താനും ഈ കോങ്കോയിലെ ഈ തടവുപുള്ളികൾ കിടക്കുന്ന ജയിലിലേക്ക് ഇവരെ സന്ദർശിക്കുവാനായിട്ട് കടന്നു ചെന്നു. താൻ ചെല്ലുന്ന സമയം അവിടെ ഒരു 50 പേരടങ്ങുന്ന ഒരു കൂട്ടം അത് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൈകളിൽ ചങ്ങലയുണ്ട്, അവരുടെ കാലിൽ ചങ്ങലയുണ്ട്. അവർ ചങ്ങലാധാരികളായി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അതേ ചങ്ങല ധരിച്ചുകൊണ്ട് വധശിക്ഷ കാത്തു കിടക്കുന്ന ഈ തടവുകളിലെ പുള്ളികൾ, അത് ഈ തടവറയിൽ കിടക്കുന്ന ഈ ജയിൽ പുള്ളികൾ, അവർ പാടുന്നത് ഇങ്ങനെയാണ്: അതെ, ദിസ് ഈസ് ദ ഡേ that the Lord has made, we will rejoice and be glad in it. അവർ പാടുകയാണ്, ഇന്നേ ദിനം ദൈവനിർമ്മിതം, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. ആരാണ് സന്തോഷിക്കാമെന്ന് പറയുന്നത്? അതേ, വധശിക്ഷ കാത്ത് ജീവിതത്തിൽ സകല പ്രതീക്ഷകളും അസ്തമിച്ച്, അതേ ഹാലലുയ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കഴുമരമെന്ന് ചിന്തിച്ച് അതേ തടവറയിൽ കുണ്ടറയിൽ കിടക്കുന്നവർ പാടുകയാണ്, ഇന്നേ ദിനം ദൈവനിർമ്മിതം, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആനന്ദിക്കാം. അതിൽ നിന്ന് എന്താണ് പ്രിയമുള്ളവരെ മനസ്സിലായത്? അതേ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്ന സന്തോഷം തടവറകൾക്കോ സാഹചര്യങ്ങൾക്കോ എടുത്തു മാറ്റാൻ കഴിയുന്നതല്ല. അതേ, സാഹചര്യങ്ങൾക്ക് എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു നിത്യ സന്തോഷത്തെ നമ്മുടെ ഉള്ളിൽ നൽകാൻ കഴിയുന്നതാണ് അതേ നമ്മുടെ മേൽ അവൻ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത് ഏത് സാഹചര്യമായിരുന്നാലും, നിങ്ങളായിരിക്കുന്നത് ഏത് അവസ്ഥയായിരുന്നാലും, അതിൻ്റെ നടുവിലും നിങ്ങളെ സന്തോഷിക്കുമാറാക്കുന്ന, അതിൻ്റെ നടുവിലും നിങ്ങളെ ആനന്ദിക്കുമാറാക്കുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് ഈ പകലിലും ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പാടുകയാണ്, ഇന്നേ ദിനം ദൈവനിർമ്മിതം, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, അതുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ദാസൻ അതേ നോക്കുമ്പോൾ ഉണ്ട്, ഇവർ ചങ്ങലകൾ ഇങ്ങനെ കുലുക്കി ആരാധിക്കുക. അവരുടെ കയ്യിൽ ചങ്ങലയുണ്ട്, അവരുടെ കാലിൽ ചങ്ങലയുണ്ട്. ഈ ചങ്ങലകൾ ഉരുമി അതേ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഇവർ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുക. താൻ കടന്നു ചെന്നപ്പോൾ ഒരുവൻ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവർ താഴെ ഇങ്ങനെ അതെ കാർപ്പറ്റിൽ ഇരുന്ന് അവരാരാധിക്കുക. ഈ കർത്താവിൻ്റെ ദാസനും അത് കടന്നു ചെന്ന് ഏറ്റവും പുറകിലായി ആ കാർപ്പറ്റിൽ താനും ഇരുന്നു. താനും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം ഇങ്ങനെ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം താൻ കേട്ടത് ഇങ്ങനെയാണ്: ആ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തി, അവനെ ഞാൻ സ്വതന്ത്രനാക്കാൻ പോകുന്നു. അവൻ എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവനാണ്, അവൻ സുവിശേഷത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് ഇവൻ തടവറയിൽ ഒതുങ്ങേണ്ടവനല്ല, അതുകൊണ്ട് അവനെ സ്വതന്ത്രമാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ബോങ്കയോട് പറഞ്ഞു. ബോങ്ക പെട്ടെന്ന് പരിശുദ്ധാത്മാവിന് ചോദിച്ചു, കർത്താവേ, അങ്ങ് പറയുന്നത് സത്യമാണോ? അങ്ങ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? കാരണം ഇവരെല്ലാം അത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷ കാത്തു കിടക്കുന്നവരാണ്. ഇവർ കൊടും കുറ്റവാളികളാണ്. ഇവർ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു, ശരിയാണ്. ഇവർ മാനസാന്തരപ്പെട്ടു, ശരിയാണ്. പക്ഷേ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ, അതേ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവർ കുറ്റവാളികളാണ്. ഇവർ അതേ വധശിക്ഷ കാത്തു കിടക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ സ്വതന്ത്രമാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവൻ്റെ കാതിൽ മന്ത്രിച്ചു,
ഐ എം വെരി ഷുവർ ദാറ്റ് ഐ എം ഗോയിങ് ടു റിലീസ് ദം. അത് എനിക്ക് ഉറപ്പാണ്, ഞാൻ അവരെ സ്വതന്ത്രരാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് അതേ ബോംഗെ ആ അടുത്തിരിക്കുന്ന തന്നെ കൊണ്ടുപോയ അഭിഷേകത്തിനോട് ചോദിച്ചു, ആ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ അതേ പേരെന്താണ്? അതേ അദ്ദേഹം ബോംഗയോട് പറഞ്ഞു, അവൻ്റെ പേര് റിച്ചാർഡ് എന്നാണ്. ബോംഗെ ആ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് റിച്ചാർഡിനോടൊന്ന് സംസാരിക്കണം. ആരാധനയുടെ അനന്തരം റെയ്നാഡ് ബോംഗെ റിച്ചാർഡിനെ അരികെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, റിച്ചാർഡ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കണം. റിച്ചാർഡ് ബോംഗയുടെ മുഖത്തേക്ക് നോക്കി. റിച്ചാർഡിനെ നോക്കി ബോംഗെ പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്നെ കർത്താവ് സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. കാരണം നീ യേശുവിന് വേണ്ടി നിൽക്കേണ്ടവനാണ്. കാരണം നീ ഈ സുവിശേഷത്തെ പ്രസംഗിക്കേണ്ടവനാണ്. അതുകൊണ്ട് ഈ തടവറയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഇത് കേട്ട ഹല്ലേലൂയ റിച്ചാർഡ് നിറമഴികളോടെ ബോംഗയുടെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. ഹല്ലേലൂയ. അതെ, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അവൻ ബോംഗയോട് ചോദിച്ചു, അതെ, അങ്ങ് പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? അങ്ങയുടെ വാക്ക് എനിക്ക് വിശ്വസിക്കാമോ? ബോംഗ പറഞ്ഞു, ഐ എം പ്രിറ്റി ഷുവർ, ഐ എം 100% ഷുവർ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ കർത്താവ് സ്വതന്ത്രരാക്കാൻ പോകുന്നു. അത് നീ യേശുവിൻ്റെ നാമത്തെ ഉയർത്തേണ്ടവനാണ്, നീ സുവിശേഷം പ്രസംഗിക്കേണ്ടവനാണ്. അതേ, ബോംഗയുടെ കണ്ണിലേക്ക് നോക്കി കണ്ണുനീരോടെ അവൻ പറഞ്ഞു, അതെ ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനെ, അങ്ങ് ഈ തടവറയുടെ വലത്ത് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഹല്ലേലൂയ ആ വലിയൊരു മരം കാണുന്നുണ്ടോ? ഹല്ലേലൂയ. അതെ, അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഹാളിൻ്റെ ഒരു വശം അതെ തുറന്ന വലിയൊരു മതിൽ, ഒരു മൈതാനമാണ്. ആ മൈതാനത്തിൻ്റെ മറുവശത്തായിട്ട് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഈ റിച്ചാർഡ് പറഞ്ഞു, അങ്ങ് ആ മരം കാണുന്നുണ്ടോ? എല്ലാ മാസവും ആരാച്ചാര് വരും, എല്ലാ മാസവും ഞങ്ങളെ വരിവരിയായി നിർത്തും. അതെ ആ മരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആ മരത്തെ ഒരു കഴുമരമാക്കിക്കൊണ്ട് ഓരോരുത്തരെയായും മരത്തിൽ ഹല്ലേലൂയ തൂക്കിക്കൊല്ലുകയാണ് ആരാച്ചാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 പ്രാവശ്യം ഞാനും വധശിക്ഷ കാത്ത് ആ ക്യൂവിൽ നിന്നവനാണ്. എന്നാൽ ഹല്ലേലൂയ ഓരോ പ്രാവശ്യവും ഹല്ലേലൂയ ഞാൻ മുന്നോട്ട് ഇങ്ങനെ കയറി വരിക. എൻ്റെ മുന്നിലുള്ള ഓരോരുത്തരായി ഹല്ലേലൂയ വധശിക്ഷ കഴിഞ്ഞ് അവരുടെ വധശിക്ഷ ചെയ്ത് നടപ്പിലാക്കി ആരാച്ചാരം ഇങ്ങനെ നിൽക്കുക. പക്ഷേ 3 പ്രാവശ്യവും ഞാൻ ആ ഫ്രണ്ട് ലൈനിൽ എത്തുന്നതിന് മുന്നമേ ഹല്ലേലൂയ ആരാച്ചാര് പറയും, ഇന്ന് ഞാൻ മടുത്തു, അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ ഈ വധശിക്ഷ ഇവിടെ നിർത്തുകയാണ്, ഇനി അടുത്ത മാസം വരാം. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ കഴുമരത്ത് ഞാൻ രക്ഷപ്പെട്ടു. ഇനി അടുത്ത മാസം വരുമ്പോൾ ഞാൻ നിൽക്കേണ്ടത് ഏറ്റവും മുന്നിലാണ്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ഉറപ്പാണോ? അതെ, എന്നെ കർത്താവ് സ്വതന്ത്രരാക്കുവോ? എന്നെ കർത്താവ് വിടുവിക്കുവോ? ബോംഗെ പറഞ്ഞു, അത് ദൈവം എന്നോട് പറയുന്നു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിന്നെ കർത്താവ് വിടുവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ബോംഗയുടെ ഉള്ളിലും അല്പമെന്നില്ലാത്ത ഒരു ചെറിയ സംശയമുള്ളതായി. കാരണം അടുത്ത മാസം ഇവനാണ് ഏറ്റവും ആദ്യം നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ബോംഗെ എന്താ ചെയ്തതെന്നറിയാവോ? ഹല്ലേലൂയ. താൻ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, താൻ ദൂത് പറയുക മാത്രമല്ല ചെയ്തത്, ദൂത് പറഞ്ഞ താൻ ഹല്ലേലൂയ ഭവനത്തിൽ കയറി മുഴങ്കാൽ മടക്കി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് അരുളി ചെയ്തു, അങ്ങയുടെ പ്രവൃത്തി അയക്കണമേ, റിച്ചാർഡിനെ സ്വതന്ത്രരാക്കണമേ. അങ്ങനെ പെട്ടെന്ന് കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ കോങ്കോ ഗവർണറെ അടുത്ത് എന്ന് ഓൺ ബിഹാഫ് ഓഫ് റിച്ചാർഡിന് വേണ്ടി ഒന്ന് സംസാരിക്കുക. റിച്ചാർഡിന് വേണ്ടി നീ കോങ്കോ ഗവർണറോടൊന്ന് സംസാരിക്കുക. ബോംഗെ അങ്ങനെ അപ്പോയിൻമെന്റ് എടുത്തു. കോങ്കോ ഗവർണറുടെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. ഗവർണറുടെ ഭവനത്തിൽ ചെന്നപ്പോൾ ഗവർണർ അവിടെ ഇല്ല, തൻ്റെ ഭാര്യയാണ് അവിടെ ഉള്ളത്. ഒരു വാം വെൽക്കം കിട്ടി. ലോകപ്രസിദ്ധനായ സുവിശേഷകൻ റെയ്നാഡ് ബോംഗെ ഭവനത്തിൽ വന്നിരിക്കുന്നു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ചായയൊക്കെ കൊടുത്ത് കുശലാന്വേഷണം ചെയ്തു. പെട്ടെന്ന് ബോംഗെ തൻ്റെ വിഷയത്തിലേക്ക് കടന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജയിലിൽ ഇങ്ങനെ റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവൻ സുവിശേഷം പ്രസംഗിക്കേണ്ടവനാണ്, അതുകൊണ്ട് അവനെ സ്വതന്ത്രനാക്കണം. പെട്ടെന്ന് ഹല്ലേലൂയ സഹോദരി പറഞ്ഞു, ഒരിക്കലും അത് സംഭവിക്കത്തില്ല. കാരണം ഞങ്ങളുടെ നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിച്ച ഒരുവനെ സ്വതന്ത്രമാക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. എങ്കിലും ബോംഗെ പിന്നെയും പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് പറയുന്നു, അവനെ സ്വതന്ത്രനാക്കണം. ആ സഹോദരി കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, ഒരു കണ്ടീഷൻ, ഒരു നിബന്ധന ഞാൻ പറയാം. എൻ്റെ 2 മക്കളുണ്ട്. ഈ 2 മക്കളെ അമേരിക്കയിൽ അയച്ച് പഠിപ്പിക്കാൻ നിങ്ങൾ സ്പോൺസർ ചെയ്താൽ ഈ റിച്ചാർഡിനെ ഞാൻ സ്വതന്ത്രനായി വിട്ടയക്കാം. ബോംഗെ ഹല്ലേലൂയ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, ഞാനൊരു സുവിശേഷകനായതുകൊണ്ട് എൻ്റെ കയ്യിൽ പണമില്ല. 2 കൈക്കൂലി കൊടുത്ത് വിടുവിക്കേണ്ട അവസ്ഥ എൻ്റെ ദൈവത്തിനില്ല. എൻ്റെ ദൈവം പറഞ്ഞതാണോ അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. പെട്ടെന്ന് ഈ സഹോദരിക്ക് ഭയങ്കര ദേഷ്യമായി. അവരെഴുന്നേറ്റ് ദേഷ്യത്തിൽ നടക്കുമ്പോൾ ബോംഗെ പിന്നെയും പുറകിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പറയുന്നു, അവനെ വിട്ടയക്കണം, അവൻ സുവിശേഷം പ്രസംഗിക്കേണ്ടവനാണ്. അവർ അകത്തേക്ക് പോയി വാതിൽ വലിച്ചടച്ചു. പിന്നെ ശബ്ദമൊന്നുമില്ല. ബോംഗെ അവിടെ നിന്ന് പുറത്തേക്ക് പോന്നു. തൻ്റെ ഭവനത്തിൽ വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. ആ തൻ്റെ റിച്ചാർഡിൻ്റെ മരണ ആ ദിവസം അടുത്തു വരികയാണ്. പെട്ടെന്ന് തനിക്കൊരു കോൾ വരികയാണ്, റിച്ചാർഡിനെ സ്വതന്ത്രനായി വിട്ടയച്ചു.
ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാവോ? ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ അത് ഈ കുടുംബത്തോട് ഇടപെട്ടു. അതെ ദൈവത്തിന്റെ ഇടപെടൽ അവരിലുണ്ടായി. വന്നിട്ട് ദൈവം പറഞ്ഞു അവനെ വിട്ടയക്കണം. അല്ലെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതെ ഹല്ലേലൂയ, ഏത് അസാധ്യതയുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും അതിന്റെ മധ്യത്തിൽ ഒരു സാധ്യത വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകലിൽ ഞാൻ ഉയർത്തുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, മരണം കാത്തുകിടന്ന റിച്ചാർഡിനെ കഴുമരത്തിൽ നിന്ന് വിടുവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ അകത്ത് ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ചില വിധികൾ അനുകൂലമായി തിരിയട്ടെ. ചില അസാധ്യതകളുടെ മേൽ ദൈവത്തിന്റെ സാധ്യത വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നേരിട്ട് ഇടപെടുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. മനുഷ്യനോട് തന്റെ ധർമ്മം ബോധിപ്പിക്കേണ്ടതിന് 1000-ൽ ഒരുവനായി അവന് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതൻ ഉണ്ടെന്ന് വരികിൽ. യോബ് 33:23 മനുഷ്യനോട് തന്റെ ധർമ്മം ബോധിപ്പിക്കേണ്ടതിന് 1000-ൽ ഒരുവനായി അവന് വേണ്ടി ഇറങ്ങുന്ന ഒരു ദൂതൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ പക്കൽ ന്യായമുണ്ടെന്ന് അല്ലെ തെളിയിക്കാൻ നിനക്ക് വേണ്ടി ഒരു ദൂതനെ അയക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഇന്ന് പകലിലും അത് ഈ വേദപുസ്തകത്തിന്റെ അകത്ത് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കാൻ ദൈവം ദൂതന്മാരെ അയച്ചിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവിക ഇടപെടൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ അകത്ത് ചലിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിലും നിനക്ക് വേണ്ടി ഒരു ദൈവിക ഇടപെടൽ നൽകാൻ ചില രാജ്യങ്ങളുടെ നിയമങ്ങളെ, ചില ഹല്ലേലൂയ അതേ സംസ്ഥാനങ്ങളുടെ നിയമങ്ങളെ നിനക്ക് അനുകൂലമായി തിരിച്ച് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതൽ നൽകാൻ എൻ്റെ യേശു മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അസാധ്യതകളുടെ നടുവിൽ സാധ്യത വെളിപ്പെടുത്താൻ കഴിയുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്ന ഒരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ആഴമായി ഭരിക്കട്ടെ. ഇന്ന് പകലിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായെങ്കിലും നിങ്ങൾ തന്നെ പറയും, ഇതിന്റെ നടുവിൽ ഒരു വിടുതൽ ഉണ്ടാകില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ എനിക്ക് കഴിയത്തില്ല. എങ്ങനെ ഒരു ഉദ്ധാരണം ഉണ്ടാകും, എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകും? പക്ഷെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് പ്രയാസമായ വിഷയം നീ എൻ്റെ അടുക്കൽ കൊണ്ടുവാ. നിനക്ക് ഭാരമേറിയ വിഷയം നീ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവാ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് നസറേയനായ യേശു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ഹല്ലേലൂയ ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കരം അനുകൂലമായി ചലിക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. റാംഷാധാരാ ധേരിയാം പ്രഭാന അടകമന ദുരദരഗദന ദരഗ ശഗദരാദി ലാം ധേരിയാം പ്രഭാന ജഗൽ കനാദരക്ഷ സ്മരം തനാദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണമായ ദൈവശക്തി ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില വാഗ്ദത്തങ്ങൾ പുറത്തു വരട്ടെ. അസാധ്യമെന്ന് ചിന്തിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവിക വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ സംഭവിക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ റാബാന ഷാധാല റാബ സേഖേതേരിയ പ്രഭാന ശഗൽ കനാദരക്ഷ സ്മരംദനാദി ലാംതേരിയ പ്രഭാന ശാഗൽ കനാദര ഉടഗമന ജരദരഗമന ദരഗ ശഗദനാദി. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, അതേ വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അസാധ്യതകളെ സാധ്യമാക്കുന്ന കർത്താവാണ്. അവന് പ്രവർത്തിക്കാൻ കഴിയാത്ത മേഖലകളില്ല. ഹല്ലേലൂയ. ഒരു വിടുതൽ വേഗത്തിൽ സംഭവിക്കാൻ പോകും കേട്ടോ. വിശ്വസിച്ചോ? അല്ല, ഇന്ന് പകലിൽ ഈ സാക്ഷ്യം ഇതിൻ്റെ അകത്ത് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തലമുറയോട് ബന്ധപ്പെട്ട് വേഗത്തിൽ ചില വിടുതലുകളെ കർത്താവ് ചെയ്യാൻ പോകുന്നു. അസാധാരണമായ ചില പ്രവർത്തികളെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ പത്രോസ് കിടക്കുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് ദൂതൻ തട്ടി കാരാഗ്രഹത്തിന്റെ ഹല്ലേലൂയ അകത്തളത്തിൽ കിടന്നവന്റെ ചങ്ങലകൾ അഴിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചില ചങ്ങലകളെ അഴിച്ച് ചില വിടുതലുകളെ കർത്താവ് കൽപ്പിക്കാൻ പോകുന്നെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അസാധ്യതകൾ ഇന്ന് പകലിൽ സാധ്യമാകട്ടെ. ഹല്ലേലൂയ. അനുകൂലമായ വിധി ദൈവ സന്നിധിയിൽ നിന്ന് അത് പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവിക അധികാരത്താൽ ഇന്ന് പകലിൽ അങ്ങനെ തന്നെ അതിനെ റിലീസ് ചെയ്യുകയാണ്. കോങ്കോ തടവിന്റെ അകത്ത് വധശിക്ഷ കാത്തു കിടന്നവനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, അവനെ ദൈവരാജ്യത്തിന്റെ വക്താവാക്കി മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് പകലിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ ജനത പുറത്തു വരട്ടെ. അതുകൊണ്ട് അസാധ്യതകളെ കർത്താവ് സാധ്യമാക്കുന്നവനാണ്. വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്
എന്നെ ആർ വിടുവിക്കും? ധന്യനായ പൗലോസ്ലീഹയുടെ ഒരു നിലവിളിയാണ് അവിടെ കേൾക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇന്ന് പകലിൽ ഈ ഒരു ചോദ്യം നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നാമും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്നെ ആർ വിടുവിക്കും? ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഞാൻ കടന്നു പോകുന്ന ഈ വിഷയത്തിൻ്റെ അകത്ത് നിന്ന് എന്നെ ആർ വിടുവിക്കും? എൻ്റെ തലമുറയുടെ ഈ പ്രതിസന്ധിക്കകത്ത് നിന്ന് എന്നെ ആർ വിടുവിക്കും? സാമ്പത്തികമായി ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ ഞെരുക്കത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? സകല മാനവരാശിയുടെയും ഒരു ചോദ്യമാണ്, എന്നെ ആർ വിടുവിക്കും? ഇന്ന് പകലിൽ അങ്ങനെ ഒരു ചോദ്യവുമായി ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ ആർ വിടുവിക്കുമെന്നൊരു ചോദ്യവുമായി ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അത് ഇന്ന് പകലിലുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളെ വിടുവിക്കാൻ ഒരുവൻ ഇറങ്ങി വന്നു. നിങ്ങളെ വിടുവിക്കാൻ ഒരുവൻ കാൽവരിയിൽ യാഗമായി. അവന്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിലും എന്നെ ആർ വിടുവിക്കുമെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ വിടുവിക്കാൻ കഴിയുന്നവനായി നിങ്ങളുടെ അടുക്കൽ അവൻ ഇറങ്ങി വരികയാണ്. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിക്കകത്ത് നിന്ന് നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഒരു മാനപാത്രമാക്കി മാറ്റാൻ ഹല്ലേലൂയ ആ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസിന്റെ ഒരു ചോദ്യമാ, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ശരിക്കും ആത്മാവിൽ എപ്പോഴും നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന്റെ നിലവിളിയാണ്. തൻ്റെ ആഗ്രഹം മുഴുവൻ ആത്മാവിൽ സഞ്ചരിക്കാനാ. പക്ഷെ എപ്പോഴും സംഭവിക്കുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. താൻ ശിക്ഷിക്കുന്നതിനെ അല്ല പലപ്പോഴും ചെയ്യുന്നത്. തൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്നും തൻ്റെ ഉള്ളിൽ ആ നീതിയിൽ ജീവിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ളപ്പോഴും പലപ്പോഴും അതിന് കഴിയാതെ വണ്ണം അതേ ജഡത്തിൻ്റെ ഇച്ഛകൾക്കകത്ത് കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഈ രണ്ടിനാലും ഞെരുങ്ങുന്ന ഒരു മനുഷ്യൻ, ഒരു ഭക്തൻ, അവൻ നിലവിളിക്കുന്ന നിലവിളിയാണ്, ഹല്ലേലൂയ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിനെ ആർ വിടുവിക്കും? പലപ്പോഴും നമ്മുടെ ആഗ്രഹവും അവസ്ഥയൊക്കെ അത് തന്നെയാണ്. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും കഴിയുന്നില്ല. ആത്മാവ് ദൈവസാന്നിധ്യത്തോട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും ശരീരം കൊണ്ട് പലപ്പോഴും പറ്റാത്ത അനുഭവമാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ദൈവഭക്തൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്, എന്നാൽ താൻ പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എങ്കിലും എന്നിട്ട് താൻ പറയുകയാണ്, ഉള്ളം കൊണ്ട് താൻ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ അകത്ത് രസിക്കുക, എങ്കിലും തൻ്റെ ശരീരങ്ങളിൽ തൻ്റെ ബുദ്ധിയോട് പോരാടുന്ന മറ്റൊരു പ്രമാണം തൻ്റെ ജഡത്തിൽ താൻ കാണുക. അല്ലേ? ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. രണ്ട് പ്രമാണങ്ങളാണ്. ഒന്ന് ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു, രണ്ട് ജഡത്തിൽ പാപത്തിന്റെ പ്രമാണത്തെ, ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ നടുവിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിൽ മാത്രം രസിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു നിലവിളിയാണ്, എന്നെ ആർ വിടുവിക്കും, എന്നെ ആർ ഉദ്ധരിക്കും. നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പലവിധമായ പ്രതിസന്ധികളിലൂടെയും പലവിധമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒരു തെളിഞ്ഞ ആകാശത്ത് പൊടുന്നനവെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പൊടുന്നനവെ മഴ പെയ്യുന്നത് പോലെ സകലവും ശുഭമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ, സകലവും നന്മയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പൊടുന്നനവെ സാഹചര്യങ്ങൾ വിപരീതമായി തിരിയുന്ന പല അനുഭവങ്ങളും മനുഷ്യ ജീവിതത്തിൻ്റെ അകത്ത് നേരിടാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരെല്ലാവരും ഒരുപോലെ നിലവിളിക്കുന്ന, ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ ആർ വിടുവിക്കും? എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ ആർ ഉദ്ധരിക്കും? ഹല്ലേലൂയ. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ വല്ലാത്ത കുഴിയിൽ നിന്ന് എന്നെ ആറൊന്ന് ഉദ്ധരിക്കും? അപ്പോൾ ഇതൊരു ദൈവഭക്തന്റെ മാത്രം നിലവിളിയല്ല, ഇത് സകല മാനവരാശിയുടെ നിലവിളിയാണ്, ഇത് സകല മനുഷ്യരുടെ നിലവിളിയാണ്. എന്നെ ആർ വിടുവിക്കും? അപ്പോൾ ജാതി മത വ്യത്യാസമന്യേ എല്ലാവരും ഒരുപോലെ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ്, സകല മാനവരാശിയുടെ നിലവിളിയാണ്, എന്നെ ആർ വിടുവിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും നിലവിളിയാണ് ഈ വാക്യമെന്ന് പറയുന്നത്. എന്നെ ആർ വിടുവിക്കും? എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഹല്ലേലൂയ. എൻ്റെ പോരാട്ടങ്ങളിൽ നിന്ന് ആർ വിടുവിക്കും? ഒരുപക്ഷെ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത്, ഒരുപക്ഷെ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില പോരാട്ടങ്ങൾക്കകത്ത് മനുഷ്യന് നിങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഏത് സമയത്തും എല്ലാ സാഹചര്യത്തിലും മനുഷ്യന് നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യർക്കെല്ലാം പരിധിയുണ്ട്, മനുഷ്യർക്കെല്ലാം പരിമിതികളുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലും എല്ലാ അവസ്ഥയിലും മനുഷ്യർക്ക് ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നിങ്ങളെ ഇറങ്ങി വന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരിക. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും ഏത് പോരാട്ടത്തിന്റെ നടുവിലും നിന്ന് നിങ്ങളെ ഉദ്ധരിക്കാൻ കഴിയുന്നവനാണ് ഇന്ന് പകലിലും ഞാൻ ഉയർത്തുന്ന നസ്രയനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശു കർത്താവിന് വിടുവിക്കാൻ കഴിയാത്ത മേഖലകളില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതലിന്റെ പകലാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. നാളുകളായി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് വിടുതൽ അയക്കും. അതൊരു പക്ഷേ ശാരീരികമായ ഒരു വിടുതലായിരിക്കാം, അതൊരു പക്ഷേ സാമ്പത്തികമായ ഒരു വിടുതലായിരിക്കാം, അതൊരു പക്ഷേ ആത്മീകമായ ഒരു വിടുതലായിരിക്കാം. ഹല്ലേലൂയ. അതൊരു പക്ഷേ മാനസിക തലത്തിലൊരു വിടുതലായിരിക്കാം. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ നിങ്ങളെ വിടുവിക്കാൻ ഇന്ന് പകലിൽ യേശു കർത്താവ് മതിയായവനാണ്. അവൻ തൻ്റെ വചനത്തെ അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അപ്പോൾ ഇന്ന് പകലിൽ വചനം നിങ്ങളെ സൗഖ്യമാക്കുക മാത്രമല്ല, വചനം നിങ്ങളെ അത് വിടുവിക്കുന്നതും കൂടെയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യർക്ക് വിടുവിക്കാൻ കഴിയാത്ത മേഖലകളിൽ നമ്മളെ വിടുവിക്കാൻ കഴിയുന്നവനാണ് നസ്രയനായ യേശു. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിൽ നിന്ന് യേശു കർത്താവിന് മാത്രമേ നമ്മെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. മരണത്തിൽ നിന്ന് യേശു കർത്താവിന് മാത്രമേ നമ്മെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. നാം അകപ്പെട്ടിരിക്കുന്ന ആത്മീക പോരാട്ടങ്ങളിൽ നിന്ന് യേശു കർത്താവിന് മാത്രമേ നമ്മെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ, അതേ സകല മനുഷ്യനെയും വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം, അതേ നസ്രയനായ യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരു വിടുതൽ ആഗ്രഹിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അതേ കാലത്തിന്റെ സമ്പൂർണ്ണതയിൽ ഒരുവൻ കന്യകയിൽ പൂജാതനായി, ഒരുവൻ കാൽവരിയിൽ മരിച്ചു, ഹല്ലേലൂയ, അവൻ കല്ലറയിൽ അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തു. അവൻ ഇന്നും എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇരുളടഞ്ഞു കിടക്കുന്ന മേഖലകൾക്കകത്ത്, അന്ധകാര നിബിഡമായ മേഖലകൾക്കകത്ത് അതിനെ പ്രകാശപൂരിതമാക്കാൻ, അതിനെ ശോഭയുള്ളതാക്കി മാറ്റാൻ ഇന്ന് പകലിൽ അത് യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി ആരംഭത്തിൽ പറയുന്നത്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഉളവാകട്ടെ എന്നൊരു ദൈവ ശബ്ദത്തിൽ ആഴത്തിൽ ഇരുൾ മാറി. ആ ഇരുൾ നിറഞ്ഞ മേഖലയ്ക്കകത്ത്, ശൂന്യമായ മേഖലയ്ക്കകത്ത് ഒരു മനോഹാരിത വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകലിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവ് നിങ്ങളുടെ കരം പിടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തെ ഇരുളിന്റെ അവസ്ഥകൾ മാറും. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അന്ധകാര നിബിഡമായ സാഹചര്യങ്ങൾ മാറും. അവിടെ ദൈവത്താൽ ഒരു പ്രകാശം അത് ഹല്ലേലൂയ ശോഭിക്കുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അത് ജീവിതത്തിന്റെ ചില ഇരുളിന്റെ അവസ്ഥകൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റാബാന ശാഗൽ കനാദി. ഈ ഇരുളടഞ്ഞ മേഖലകൾക്കകത്ത് ഇന്ന് പകൽ ദൈവിക വെളിച്ചത്തെ പരിശുദ്ധാത്മാവ് പകരുന്ന ഒരു പകലായി ഇന്ന് പകൽ മാറട്ടെ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ എല്ലാ ഉള്ളിൽ നാം ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യം എന്താണ്? എന്നെ ആർ വിടുവിക്കും? എന്നെ ആർ ഉദ്ധരിക്കും? ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇന്ന് പകൽ അങ്ങനെ ഒരു ചോദ്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്നെ ആർ വിടുവിക്കും? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങളുടെ ഇരിപ്പ് കണ്ടാ അറിയത്തില്ലേ? അത് ഇരിപ്പ് കണ്ടപ്പോഴേ അറിയാം. പലരുടെയും ജീവിതത്തിന്റെ അകത്ത് നോക്കിയേ, ഹല്ലേലൂയ, അതേ പലവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുക. ചില പ്രശ്നങ്ങളൊന്നും വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചിലതൊന്നും മനുഷ്യന് പറഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനും പറ്റത്തില്ല. അപ്പോൾ പലതും വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പലവിധമായ വേദനകളിലൂടെ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുക. പക്ഷെ ബൈബിൾ പറയുന്നു, അവൻ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനാണ്. സങ്കീർത്തനം 139 ബൈബിൾ പറയുകയാണ്, അവൻ നിന്റെ ഹൃദയ നിരൂപണമൊക്കെയും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് പകലിൽ മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ
അല്ല കഴിയാത്ത നിലവാരത്തിൽ വേദനയുമായി കടന്നു പോകുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ഉള്ളത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ നിലവുകളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. അബ്രഹാം ദൈവം ഭാഗം നിൽക്കുമ്പോൾ അബ്രഹാമിൻ്റെ മുമ്പിൽ തൻ്റെ അനന്തരവൻ ലോത്താണ്. ആ ലോത്ത് പാർക്കുന്ന പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകുകയാന്നുള്ള ആ ദൈവിക ന്യായവിധിയുടെ വാർത്ത കേൾക്കുമ്പോൾ അബ്രഹാമിനറിയാം ആ ദേശത്തൊരു 50 നീതിമാന്മാരെ പോലും ഇല്ല. എങ്കിലും അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തോട് അബ്രഹാം സമ്പാദിക്കുകയാണ്, കർത്താവേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കുവോ? കർത്താവ് പറഞ്ഞു ഇല്ല. അങ്ങനെ അബ്രഹാം സംസാരിച്ച് സംഖ്യ താത്തി കൊണ്ടുവരിക. അവസാനം അബ്രഹാം ചോദിക്കുകയാണ്, കർത്താവേ, ഹല്ലേലൂയ, ഒരു 20 നീതിമാന്മാരുണ്ടെങ്കിലോ? അബ്രഹാമിനറിയാം അവിടെ 20 പോലും ഇല്ല. അവസാനം അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തോടാണ് സംസാരിക്കുന്ന ബോധ്യത്തിൽ ഹല്ലേലൂയ, അവസാനം വീണ്ടും സംസാരിക്കുവാൻ തുനിയാതെ അബ്രഹാം പിന്നോട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഒരു ചിന്ത തൻ്റെ അനന്തരവൻ ലോത്തും കുടുംബമാണ്. അവൻ പറയുന്നില്ലെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ നിലവാരത്തെ അറിഞ്ഞ ദൈവം ഹല്ലേലൂയ ലോത്തിന് വേണ്ടി ഒരു ദൂതനെ ആ സോദോമിലേക്ക് അയക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പലതും വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഇന്ന് പകലിൽ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദനയുടെ അനുഭവത്തിലാണ് നീ ആയിരിക്കുന്നെങ്കിലും നിന്റെ ഉള്ളത്തെ അറിയുന്ന ഒരുവൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അന്നേ നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു നിരാശയുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു നിന്ദയുണ്ടെങ്കിൽ, നിന്റെ നിരാശകളെ നിന്ദകളെ അറിയാൻ കഴിയുന്നവൻ്റെ സന്നിധിയിലാ നീ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആലയം വിട്ട് മടങ്ങുമ്പോൾ നീ ആ നിന്ദയും നിരാശയുമായിട്ടായിരിക്കത്തില്ല മടങ്ങുന്നത്. ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത ഒരു നിത്യ ആനന്ദവുമായി നീ മടങ്ങുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ചില തകർച്ചകളെ കർത്താവ് ഹല്ലേലൂയ പണിയും, ചില വേദനകളുടെ അനുഭവങ്ങളെ കർത്താവ് എടുത്തു മാറ്റും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടും. ഇന്നലകളിൽ ഭയങ്കര തകർച്ചകളിലൂടെ കടന്നുപോയ, ഇന്നലകളിൽ ഭയങ്കര വേദനകളിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതമേ, നിന്റെ വേദനകളുടെ അനുഭവങ്ങളെ കർത്താവ് എടുത്തു മാറ്റാൻ പോവുകയാണ്. കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുകയില്ല. കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിലനിൽക്കുക. കഷ്ടതയിലായിരുന്നു, ഇപ്പൊ തിമിരം കൂടെ ആയെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? കഷ്ടതയിലാകപ്പാടെ വഴി ഏതെന്ന് അറിയാതിരിക്കുക, അന്നേരം തിമിരം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ? ഒട്ടുമില്ല, പിന്നെ മൊത്തം ബ്ലർ വിഷനാണ്, ഒന്നും കാണത്തില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഒരു കാലത്ത് ഹീനത വഹിച്ചതാ, എന്നാൽ ആ ദേശത്ത് കർത്താവ് ചെന്നപ്പോൾ അവിടെ മഹത്വം ഇറങ്ങി. ഇന്നലകളിൽ ഹീനത വെളിപ്പെട്ട, ഇന്നലകളിൽ ഹീനത വഹിച്ച നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു മഹത്വത്തെ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുന്നോ? ഹല്ലേലൂയ. ഇന്നലകളിൽ ഭാരം വഹിച്ചുകൊണ്ട് നടന്ന, ഇന്നലകളിൽ തനകുനിഞ്ഞ് നടന്ന മേഖലയ്ക്കകത്ത് ഹല്ലേലൂയ ഒരു മഹത്വത്തെ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്റർ? വിശ്വസിക്കുന്നുണ്ടോ? ഇന്നലകളിൽ വേദന അനുഭവിച്ച, ഇന്നലകളിൽ ഞെരുങ്ങിയ, ഇന്നലകളിൽ ഹല്ലേലൂയ അരിഷ്ടതയാൽ കൊടുങ്കാറ്റിനാൽ വലഞ്ഞ മേഖലകൾക്കകത്ത് കർത്താവ് ഹല്ലേലൂയ ചില മാന്യതകളെ വെളിപ്പെടുത്തും. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ വലഞ്ഞവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിപ്പിക്കും. ഹല്ലേലൂയ. ഭയങ്കര പ്രയാസങ്ങളിലൂടെ, ഭാരത്തിലൂടെ കടന്നുപോയ മേഖലകൾക്കകത്ത് നിന്ന് കർത്താവ് ഉദ്ധരിച്ച് ഒരു അസാധാരണമായ ഡെലിവറൻസ്, അസാധാരണമായ വിടുതൽ കർത്താവ് ജീവിതത്തിൻ്റെ അകത്ത് കൽപ്പിക്കും. ഒരാനന്ദത്തെ കർത്താവ് ഉടുപ്പിക്കും, നിരാശകളെ കർത്താവ് എടുത്തു മാറ്റും. വീണ്ടും കർത്താവിൻ്റെ ചില പണികൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ൽ ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. ഇനി എങ്ങനെ രക്ഷപ്പെടും? അവിടെ ഇത് എങ്ങനെയാ ചോദിക്കുന്നത്? ഇനി നാം എങ്ങനെ രക്ഷപ്പെടും? അവിടെ ഒരു ചോദ്യമാണ്. ഈ കടൽക്കരയിലെ നിവാസികൾ അന്ന് അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സഹായത്തിനായി നാം ചെന്നിരുന്ന നമ്മുടെ പ്രത്യാശ ഇങ്ങനെയായല്ലോ, ഇനി നാം എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയും. കണ്ടോ, അവിടെ ഒരു ചോദ്യമാണ്, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും? പല മനുഷ്യരുടെയും മുഖത്ത് നോക്കി, പല വാതിലുകളും മുട്ടി നോക്കി, പലരുടെ അടുത്തും ചെന്ന് നോക്കി, പക്ഷെ അവിടെയൊന്നും ഒരു വിടുതൽ നടക്കുന്നില്ല. ഇപ്പൊ ചോദിക്കുകയാണ്, ഇനി നാം എങ്ങനെ രക്ഷപ്പെടും? ഇനി എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകും? ഇനി എങ്ങനെ നാം രക്ഷപ്പെടും? സങ്കീർത്തനം 71:11 ശത്രു പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പിന്തുടർന്ന് പിടിപ്പിൻ, വിടുവിപ്പാൻ ആരുമില്ല എന്ന് പറയുന്നു. കണ്ടോ, ശത്രു പറയുന്ന വാക്ക്. നമ്മൾ തന്നെ ചോദിക്കുക, ഇനി നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ഇനി ശത്രു പറയുകയാണ്, പിന്തുടർന്ന് പിടിപ്പിൻ. ഹല്ലേലൂയ. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. വിടുവിപ്പാൻ ആരുമില്ല. നമ്മുടെ സാഹചര്യം കണ്ട്, നാം കടന്നു പോകുന്ന അവസ്ഥ കണ്ട് പിശാച് പറയുകയാണ്, അവനെ പിന്തുടരും. അതുകൊണ്ട് വാഗ്ദത്ത കനാനിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാ. പക്ഷെ ഇപ്പോൾ മുന്നിൽ ചെങ്കടൽ വഴിയടഞ്ഞു നിൽക്കുക, പിന്നിൽ ശത്രു സൈന്യം വരിക. ഇനി ശത്രു പറയുന്ന വാക്ക്, ഞാൻ പിന്തുടരും, പിടിക്കും, എൻ്റെ വാളൂരും കൊള്ള പങ്കിടും, എൻ്റെ ആശ അവനാൽ നിവൃത്തിയാകും.
അപ്പൊ ശത്രു പറയുകയാണ്, നമുക്കവനെ പിന്തുടർന്ന് പിടിക്കാം, നമുക്കവനെ ഇല്ലാതാക്കാം. കാരണം ഇനി അവന് മുന്നോട്ടൊരു യാത്രയില്ല, അവൻ തകർന്നിരിക്കുകയാണ്, അവന്റെ മുമ്പിൽ വഴി അടഞ്ഞിരിക്കുകയാണ്. പക്ഷെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഹല്ലേലൂയ, അതെ, വിടുവിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കരം കുറുകിപ്പോയോ? അപ്പൊ ഇന്ന് പകലിൽ നമ്മൾ തന്നെ പറയുകയാണ്, ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഹല്ലേലൂയ. അതെ, ശത്രു പറയുകയാണ്, ഇവൻ ഇവിടെ പെട്ടുപോയി, ഇനി ഇവന് ഇതിൻ്റെ അകത്ത് ഒരു വിടുതൽ ഇല്ല, ഇവനെ പിന്തുടരാം, ഇവനെ പിടിക്കാം. അപ്പൊ പല വഴികളും ശ്രമിച്ചു നോക്കി, പല വാതിലുകളും മുട്ടി നോക്കി, പല വ്യക്തികളുടെ മുമ്പിൽ അതെ ചെന്ന് കൈനീട്ടി നോക്കി. പക്ഷെ അവർക്ക് ആർക്കും വിടുവിപ്പാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പൊ ആർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾക്കകത്ത്, ആർക്കും നിന്നെ വിടുവിപ്പാൻ കഴിയാത്ത മേഖലകൾക്കകത്ത്, അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിയുന്നവനാണ് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ അതെ പലതിലും ശ്രമിച്ചു നോക്കി, പല മേഖലകളിലും അതെ ഹല്ലേലൂയ അത് ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ? ഭാരപ്പെടണ്ട, ഇന്ന് പകലിൽ കർത്താവ് നിന്നെ വിടുവിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏത് മേഖലയിലും. അതുകൊണ്ട് ഇന്ന് പകൽ ചെയ്യേണ്ടത് ആ ഹൃദയം തുറന്ന് ആത്മാർത്ഥതയോടെ അവനെ ഒന്ന് വിളിക്കണം. അതുകൊണ്ടാണ് എരിഹോവിന്റെ ആ വാതിക്കൽ ഇരിക്കുന്ന ആ കുരുടനായ മനുഷ്യൻ യേശു കടന്നു പോകുന്ന ശബ്ദം അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, യേശു കർത്താവാണെന്ന് അവൻ അറിഞ്ഞപ്പോൾ, അവൻ ഹൃദയം തുറന്നു, വായി തുറന്നു വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ബൈബിൾ പറയുന്നു, ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, അത് നീ മിണ്ടാതിരിക്കുക. പുരുഷാരം പറഞ്ഞു, നീ അടങ്ങിയിരിക്കുക. പക്ഷേ അത് യേശു ആണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ഉള്ളം തുറന്ന് വായ് തുറന്ന് വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആവശ്യബോധത്തോടെ നിലവിളിച്ച കുരുടന്റെ നിലവിളിക്ക് മുമ്പിൽ യേശു നിന്നു. യേശു കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അപ്പൊ ഇന്ന് പകലിൽ ഉള്ളം നൊന്ത് വിളിച്ചാൽ മനസ്സലിഞ്ഞു നിൽക്കുന്ന ഒരു നാഥനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, യേശുവേ, എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ ഒന്ന് ഉദ്ധരിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ ചാരത്ത് വന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന സ്നേഹസ്വരൂപനായ ഒരുവനാണ് ഞാൻ പ്രസംഗിക്കുന്ന നസറേനായ യേശു. ഹല്ലേലൂയ. അവൻ മനസ്സലിവുള്ള ദൈവവും സർവാശ്വാസവും നൽകുന്ന പിതാവാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ കണ്ട് മനസ്സലിയുന്നവനാണ് എൻ്റെ കർത്താവ്. 3 ദിനരാത്രങ്ങൾ യേശുവിനോട് കൂടെ ഇരുന്ന ശിഷ്യന്മാരുടെ അതേ ഹല്ലേലൂയ പുരുഷാരത്തിൻ്റെ വിശപ്പറിഞ്ഞ് അവർ വഴിയിൽ തളർന്നു പോകുമെന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി അപ്പവും മീനും നൽകിയ ആ സ്നേഹസ്വരൂപനായ കർത്താവ്, നീ ഏത് സാഹചര്യത്തിൽ എങ്ങനെ എവിടെ തളർന്നു വീഴുമെന്ന് എൻ്റെ യേശുവിന് നന്നായിട്ട് അറിയാം. നീ വഴിയിൽ തളർന്നു പോകാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല. നീ അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നവരെങ്കിൽ, അത് നീ അവനോട് ചേർന്നിരുന്ന് തിരുവചനം കേട്ടവളെങ്കിൽ, അത് കേട്ടവനെങ്കിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ നീ തളർന്നു വീഴാൻ, നീ താളടിയായി പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കുന്നവനല്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ അതേ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്നിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ വിഷയത്തിന്റെ അകത്ത് ഒരു വിടുതൽ നൽകാൻ, നിന്നെ വിടുവിക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആ ദൈവിക സാന്നിധ്യം ഈ ആലയത്തിന്റെ അകത്തളത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവ് ചിലരുടെ കരത്തെ പിടിക്കുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. ഓ ഹല്ലേലൂയ. ചില ബന്ധനങ്ങളെ കർത്താവ് അറുത്ത് കളയുന്ന പകലായി ഇന്ന് പകൽ മാറട്ടെ. ഹല്ലേലൂയ. ചില മേഖലകൾക്കകത്ത് അതേ നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മേഖലകളിൽ ഇന്ന് പകൽ ദൈവത്താലുള്ള വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. റാബാന ശാഗൽകനാദിയാന്തര യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിടുതലിനെ ഞാൻ ദൈവജനത്തിന്മേൽ കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഏത് സാഹചര്യത്തിലുള്ള മനുഷ്യനെയും, ഏത് അവസ്ഥയിലുള്ള മനുഷ്യനെയും വിടുവിക്കുവാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യമായി കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണോ നിങ്ങൾ? അതോ സാമ്പത്തികമായ ഒരു കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണോ? അതോ ആരോഗ്യപരമായി എവിടെയൊക്കെയോ കെട്ടപ്പെട്ടതുപോലെ ഒരു അവസ്ഥയിലാണോ? ഏത് കെട്ട്, ഏത് ബന്ധനത്തിൽ നിങ്ങളായിരുന്നാലും ആ ബന്ധനങ്ങളെ അഴിക്കാൻ യേശു കർത്താവ് മതിയായവനാണ്. ബൈബിൾ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ യേശു പ്രത്യക്ഷനായത് പിശാച് ബന്ധിച്ചിരിക്കുന്നതിനെ കെട്ടഴിച്ച് സ്വാതന്ത്ര്യത്തോടെ വിടാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതെ പിശാച് നിങ്ങളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത്, പിശാച് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന മേഖലകൾക്കകത്ത് അതെ സ്വാതന്ത്ര്യം നൽകാൻ യേശു കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ ആ വിടുതൽ വ്യാപരിക്കട്ടെ. ഇനി അല്ലെ, മനുഷ്യൻ വല്ലാത്തൊരു ഇരുട്ടിലകപ്പെട്ടപ്പോൾ, മനുഷ്യൻ പിശാചിന്റെ കെണിയിലകപ്പെട്ടപ്പോൾ ബൈബിൾ പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, ഹല്ലേലൂയ, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായി തീർന്നു, ഹല്ലേലൂയ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുകയാണ്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, നമ്മെ വിടുവിക്കാൻ, അതെ, നമ്മെ രക്ഷിപ്പാൻ ഏകനാമമായി യേശു കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതാരെക്കുറിച്ചാണ് പറയുന്നത്? അത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് യേശു കർത്താവ്. ഏത് മനുഷ്യനെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത്, അതെ, നിങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ തലമുറകളുണ്ട്, അതിൻ്റെ അകത്ത് ഞാനുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഭർത്താവുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാര്യ ഉണ്ട്. ഏത് മനുഷ്യനെയും ഒരു മനുഷ്യനാണോ നിങ്ങളെ പ്രകാശിപ്പിക്കാൻ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റാൻ യേശു കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, അതാണ് യേശു കർത്താവ്. അപ്പോൾ ആ യേശു കർത്താവ് കാൽവരിയിൽ അല്ലേ നമ്മെ അത് വീണ്ടെടുക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, അവൻ അതെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവരിയിൽ കിടക്കുമ്പോൾ യേശുവിന് വേണമെങ്കിൽ സ്വയമായി വിടുവിക്കപ്പെടാമായിരുന്നു. അവസരങ്ങളുണ്ടായിരുന്നു. യേശുവിന് വേണമെങ്കിൽ സ്വയമായി എന്ത് ചെയ്യായിരുന്നു? വിടുവിക്കപ്പെടാമായിരുന്നു. പക്ഷേ സ്വയമായി വിടുവിക്കപ്പെടുവാൻ അവസരം ഉണ്ടായിട്ടും സ്വയമായി വിടുവിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കാതെ, അതെ, എനിക്കും നിങ്ങൾക്കും പകരമായി, അതെ, നമ്മെ വിടുവിക്കാൻ യേശു കർത്താവ് സ്വയം കാൽവരിയിൽ അതെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതെ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അകത്ത് ബൈബിൾ പറയുകയാണ്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 19:10, അതെ, പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിനോട് പീലാത്തോസ് ചോദിക്കുകയാണ്, എനിക്ക് അധികാരമുണ്ട് നിന്നെ ക്രൂശിക്കാനും നിന്നെ വിട്ടയപ്പാനും. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ്? യേശു അതിന് ഉത്തരം പറയുകയാണ്. 12-ാം വാക്യം, ഹല്ലേലൂയ, യേശുവിൻ്റെ മറുപടി 11, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപം ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് 12-ാം വാക്യം, ഇത് നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു. യഹൂദന്മാരോ, നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല, തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസരോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ യേശുവിനെ വിട്ടയപ്പാൻ പീലാത്തോസ് നോക്കുന്നു. യേശുവിന് വേണമെങ്കിൽ അവിടെ അത് സ്വയമായി വിടുവിക്കപ്പെടാമായിരുന്നു. പക്ഷേ അവിടെ ഒന്നും സ്വയമായി വിടുവിക്കപ്പെടുവാൻ ശ്രമിക്കാതെ അത് യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് ഈ ഉലകത്തിൽ സകല മാനവരാശിക്കും രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമമായി യേശു കർത്താവിൻ്റെ നാമത്തെ കർത്താവ് മാറ്റുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. അങ്ങനെങ്കിൽ ക്രൂശിലേക്ക് തിരിഞ്ഞാൽ, യേശുവിലേക്ക് തിരിഞ്ഞാൽ, അല്ല, സകല മേഖലയ്ക്കകത്തും ഒരു രക്ഷ ദൈവം നൽകുവാനായിട്ടിടയായി തീരും. സകല മേഖലകൾക്കകത്തും ഒരു വിടുതൽ കർത്താവ് നൽകുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് നാം ഇന്ന് നടക്കുന്ന വഴികളിൽ നിന്ന്, ഇന്ന് നാം നോക്കുന്ന ആ മനുഷ്യന്റെ മുഖത്ത് നിന്ന് ദൃഷ്ടിയൊന്ന് മാറ്റി അത് ദൈവമുഖത്തേക്ക് നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതികളെ കർത്താവ് മാറ്റും. വിടുതലില്ല എന്ന് നാം പറയുന്ന, വിടുതലില്ല എന്ന് നാം ചിന്തിക്കുന്ന മേഖലകൾക്കകത്ത് ദൈവത്താൽ ഒരു വിടുതലിനെ കർത്താവ് നൽകുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ അതെ, ഇനി അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ 50:2 കർത്താവ് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം. ഹല്ലേലൂയ. അതെ, ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? കർത്താവ് ചോദിക്കുക, നിങ്ങൾ പറഞ്ഞില്ലേ വിടുതലില്ല എന്ന്? നിങ്ങൾ ചോദിച്ചില്ലേ എന്നെ ആർ വിടുവിക്കുമെന്ന്? നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ കെണിക്കകത്ത്, കുരുക്കിൻ്റെ അകത്ത് നിങ്ങളുടെ അവസ്ഥ കണ്ട് ശത്രു പറഞ്ഞില്ലേ അവൻ പെട്ടുപോയെന്ന്? ശത്രു പറഞ്ഞില്ലേ അല്ലെ അവൻ നശിച്ചെന്ന്? പക്ഷെ കർത്താവ് പറയുകയാണ്, കർത്താവ് ചോദിക്കുകയാണ്, വിടുവിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ?
ഹല്ലേലൂയ. ഇതാ എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളഞ്ഞു, നദികളെ മരുഭൂമികളാക്കുന്നു, വെള്ളമില്ലായ്മയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. അവിടെ ബൈബിൾ പറയുകയാണ്, ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ ഹല്ലേലൂയ അത് നദി വിഭാഗിക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ കർത്താവ് ചെങ്കടലിന്റെ മുമ്പിൽ ദൈവജനം നിൽക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ അവർക്ക് വേണ്ടി വഴി തുറന്ന നാഥൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തും ഒരു വഴി തുറക്കാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഈ സീസണിനകത്ത് കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ആലോചനയാണ് ഇത്. ഹല്ലേലൂയ. അഭിഷക്തന്മാരെ, ദൈവജനമേ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തളിരിടുന്ന ഒരു കാലമാക്കി കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. അതേ സഭാപ്രസംഗി 3:1 ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ അത് എല്ലാറ്റിനും ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ടെങ്കിൽ, ആകാശത്തിലെ പറവുകൾക്കൊരു കാലമുണ്ടെങ്കിൽ, കണ്ടോ, അത് സഭാപ്രസംഗി 3:1, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. വിതപ്പാൻ ഒരു കാലം, അതെ കൊയ്യാൻ ഒരു കാലം. എങ്ങനെ പറഞ്ഞ് ആ സഭാപ്രസംഗി 3-ാം അധ്യായത്തിൻ്റെ അകത്ത് തന്നെ 28 കാലങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ സകലത്തിനും ഒരു കാലമുണ്ട്. മൃഗത്തിനൊരു കാലമുണ്ട്, പക്ഷികൾക്കൊരു കാലമുണ്ട്, അത് വിത്തിനൊരു കാലമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാലമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു തളിർപ്പ് ഉണ്ടാകാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാലമുണ്ട്. എന്നും വരൾച്ചയുടെ അനുഭവമല്ല, എന്നും പരാജയത്തിൻ്റെ അനുഭവമല്ല, എന്നും ഉഴൽച്ചയുടെ അനുഭവമല്ല. ഒരു തളിർപ്പ് ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും, ഒരു ഫലം കായ്ക്കുന്ന അനുഭവം ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും. സഭാപ്രസംഗിയുടെ അതെ ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഹല്ലേലൂയ. അതെ ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി. അതെ ഹല്ലേലൂയ. മുന്തിരിവള്ളി അതെ ഹല്ലേലൂയ ഫലം കായ്ക്കുന്ന, അതെ അത്തിക്കായ്കൾ ഫലം കായ്ക്കുന്ന ഒരു കാലം വന്നിരിക്കുകയാണ്. ഇത് ദൈവജനം ഫലം കായ്ക്കുന്ന ഒരു കാലമാക്കി അതെ കർത്താവ് മാറ്റുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഹൃദയം തുറന്ന് വായി തുറന്ന് പറയാൻ പറ്റുമോ, ഇതെന്റെ തളിർപ്പിന്റെ കാലമാണ്. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ഹല്ലേലൂയ. വള്ളിത്തല മുറിക്കും കാലം വരുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഇന്നലെ വരെ വിലാപത്തിന്റെ ശബ്ദമാണ് നിന്റെ ഭവനത്തിൽ കേട്ടിരുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇനി അത് ആനന്ദത്തിന്റെ ശബ്ദമായി മാറാൻ പോകുകയാണ്. നിന്റെ വിലാപത്തെ എന്റെ യേശു നൃത്തമാക്കി മാറ്റാൻ പോകുകയാണ്. അതെ ഹല്ലേലൂയ. ഇന്നലെ വരെ അതെ യാതൊരു ഫലവും കാണാതിരുന്ന മേഖലയിൽ ഒരാകർഷണമാക്കി കർത്താവ് നിന്നെ മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ബൈബിൾ പറയുന്നു, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും. അങ്ങനെയെങ്കിൽ ഇത് അഭിഷക്തന്മാരെ, ദൈവജനമേ, ദൈവദാസന്മാരെ, നിങ്ങൾ വളരുന്ന, നിങ്ങൾ ഫലം കായ്ക്കുന്ന ഒരു കാലമായി ഈ കാലം മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ സകലത്തിനും ഒരു കാലമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊരു കാലമുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ, ഹൃദയം തുറന്ന ഒരു ആമേൻ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കാലമാണ്. ഇനി പക്ഷേ ഇത് നമ്മുടെ കാലമാക്കി കർത്താവ് മാറ്റുക. ഇന്നലകളിൽ ഹല്ലേലൂയ മറഞ്ഞിരുന്ന അനുഭവങ്ങൾക്കകത്ത്, ഇന്നലകളിൽ അറിയപ്പെടാതിരുന്ന അനുഭവങ്ങൾക്കകത്ത് കർത്താവ് പുറത്തെടുക്കുന്ന ഒരു കാലമാക്കി ഈ കാലത്തെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൻ്റെ കഴുതയെ അന്വേഷിച്ചു പോയ ശൗൽ അതെ പോകുന്നത് അപ്പൻ്റെ കഴുതയെ തെരഞ്ഞ, എന്നാൽ മടങ്ങി വരുന്നത് ഒരു രാജകീയ അഭിഷേകം പ്രാപിച്ച. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു രാജകീയ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് തലമേൽ പകരും. ഇന്നലകൾ എവിടെയൊക്കെയോ അതെ സാമാനങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന ശൗലിനെ പോലെ മറഞ്ഞിരുന്ന മേഖലകൾക്കകത്ത് കർത്താവ് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അതെ ശൂന്യതകളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ഞെരുക്കങ്ങളെ കർത്താവ് മാറ്റും. ഒരു വിശാലതയെ കർത്താവ് നൽകും. അതെ സങ്കീർത്തനം 4:1, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനം 107 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞങ്ങളുടെ ഞെരുക്കത്തിൽ ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചു, അവൻ ഞങ്ങളുടെ നിലവിളി കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളി. ഞെരുക്കങ്ങളുടെ കർത്താവ് വിടുവിക്കും. അതൊരു വിശാലത കർത്താവ് നൽകും. ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഇന്ന് കടന്നു പോകുന്ന അതേ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ഒരു അത്ഭുത വിഷയമാക്കി കർത്താവ് മാറ്റും. അതേ സാമ്പത്തിക മേഖലകൾക്കകത്തും അസാധാരണമായ ബ്രേക്ക് ത്രൂകളെ കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു വള്ളിത്തല മുറിക്കുന്ന കാലമാക്കി കർത്താവ് മാറ്റും. വള്ളിത്തല മുറിക്കുന്ന, വിശ്വസിച്ചോണം, വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഇതെല്ലാം സംഭവിക്കുന്നത് വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ അകത്താണ്. പറഞ്ഞു പറഞ്ഞത് പഴഞ്ചൊല്ലു വരെയായി. അതുകൊണ്ട് ഇവിടെ ഇല്ല, ഇവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഇല്ല. ഇവിടെ അത് കത്തിയിട്ട് വായിക്കൂടെ വരണം, അതിൻ്റെ ഡിക്ലറേഷൻ ചെയ്യണം.
ആ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതം കർത്താവ് ചെയ്യും, വൻകാര്യങ്ങളെ കർത്താവ് ചെയ്യും. അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു കാലമാക്കി കർത്താവ് മാറ്റാൻ പോകും. അങ്ങനെ ഒരു കാലം നമ്മൾ വിശ്വസിച്ച് ഡിക്ലെയർ ചെയ്യണം. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ ഏകദേശം 62,000 കിലോമീറ്റർ ഓടി. പുതിയ ടയർ 62,000 കിലോമീറ്റർ ഓടിയിട്ട് ടയർ മാറാറായി. 4 ടയർ ഒരേപോലെ തേഞ്ഞു, നൂലൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഒരിക്കൽ പഞ്ചറായി. ഞാനത് പഞ്ചറൊട്ടിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഇതിനി പഞ്ചറൊട്ടിക്കാനൊന്നും പറ്റത്തില്ല, ഇത് മാറിക്കളയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ. ഇതെവിടെ റൊട്ടേറ്റ് ചെയ്യാനാണെന്ന് അവർ ചോദിച്ചു. ഇതെവിടെ റൊട്ടേറ്റ് ചെയ്യാനാണ്? നൂല് തെളിഞ്ഞ് ഇനി റൊട്ടേറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുക, കൈ പൈസയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവിടെ നോക്കി കുറേ സെക്കൻഡ് ഹാൻഡ് ടയറൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടിക്ക് പറ്റിയ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, 2 ഇരിപ്പുണ്ട്. ഒരെണ്ണത്തിന് 2,500 1,500 എന്തോ ഒരു റേറ്റ് പറഞ്ഞു. 1,500 2,500 ഇടയ്ക്കാം. പിന്നെ ഒരെണ്ണത്തിന് 2,600 300 എന്തോ ഒരു റേറ്റ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ ആദ്യത്തെ ടയർ ഒരു 3,000 4,000 ഒക്കെ സുഖമായിട്ട് ഓടും, അടുത്തത് വേണമെങ്കിൽ ഒരു 5,000 ഓടും, അന്നേരത്തേക്കും കാശായി മാറിയാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ ടയറിലേക്ക് നോക്കി, പേഴ്സിലേക്ക് നോക്കി. അപ്പോൾ 1,500 തികച്ചെടുക്കാൻ പേഴ്സിൻ്റെ അകത്തില്ല, കയ്യിലുമില്ല. അങ്ങനെ ഒരു സാഹചര്യമോ? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? വൈഫ് കാനഡയിൽ, ഞാനാണെങ്കിൽ സുവിശേഷ വേലയിൽ, പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റുന്ന വല്ല കാര്യമാണ് അല്ലേ? ഷുബിൻ ബ്രദർ, ഷുബിൻ, ഞാൻ ആദ്യം ഷൈജു എന്നും കണ്ട പറഞ്ഞല്ലേ, പിന്നെ ചിന്തിക്കുമായിരുന്നു. ചിലപ്പോൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പറയുമോ, നമ്മുടെ കയ്യിൽ കാശില്ലെന്ന് പറയുമോ? ഷുബിൻ ബ്രദറിനെ കണ്ടാൽ പറയുമോ? എന്നെ കണ്ടാൽ പറയുമോ? അപ്പോൾ ഇതാ സാഹചര്യം. പലപ്പോഴും ഈ മുഖം കണ്ട സാഹചര്യം പറയാൻ പറ്റത്തില്ല. പലരും മുഖത്ത് ഭയങ്കര ചിരിയൊക്കെ ആണെങ്കിലും ഉള്ളു ഭയങ്കരമാണ്. ഉള്ളത്തെ അറിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. നഹും 1:7, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. ഉലകത്തിൽ ആരും നിന്നെ അറിയാതിരിക്കുമ്പോൾ നിന്നെ നന്നായി അറിയുന്ന ഒരുവനുണ്ട്. നീ മുഖത്ത് ചിരിയുമായിട്ട് ഉള്ളിൽ ഞരങ്ങിപ്പോകുമ്പോഴും നിന്റെ ഉള്ളത്തെ അറിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേരാണ് നസ്രേനായ യേശു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയും. അറിഞ്ഞിട്ട് മാറിയിരിക്കുകയല്ല, അറിഞ്ഞ് നിന്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ കഴിയുന്നവനാണ് എൻ്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ പലരും അറിയും, അവർക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ മാറി നിൽക്കും. അറിഞ്ഞിട്ടും മാറി നിൽക്കാതെ ചേർന്ന് നിന്ന് ഉദ്ധരിക്കാൻ കഴിയുന്നവനാണ് യേശു. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിച്ചു, അതെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ടയർ വന്ന് മാറാം. ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഉള്ളിൽ ചിന്തിച്ചു, അതെ, ഒന്നെങ്കിൽ ഇത് കർത്താവേ, ഇതെന്ത് ചെയ്യണം, പുതിയതായി മാറണം, പുതിയ ടയർ വരണം, അതിന് വഴി തുറക്കണം. അല്ലെങ്കിൽ ഇതൊരു 10,000 കൂടെ നീ ഓടിക്കണം. ഞാൻ ടയറിലൊക്കെ കൈവച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാനൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്? ഞാൻ പറഞ്ഞു, 150 കിലോമീറ്റർ അടുത്തുണ്ട്. 150 കിലോമീറ്റർ. എത്ര മണിക്കൂർ യാത്ര വരും? 3.5 മണിക്കൂറൊക്കെ യാത്ര വരും. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി ടയറിലേക്ക് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ, പോകുന്ന വഴിക്ക് 4 ടയറും കൂടെ മാറിയിട്ട് പോകും, ഞാൻ പൈസ തരാം. അടുത്ത സെക്കൻഡ് ഇക്കണി 25,000 അക്കൗണ്ടിൽ കയറി 4 ഫയർ സ്റ്റോണിൻ്റെ 4 ടയർ പോയി മാറി. അതെ, ഇന്ന് ആ ടയറിലാണ് വണ്ടി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ചെറിയതും വലിയതുമായ എല്ലാ ആവശ്യങ്ങളെയും അറിഞ്ഞ് ചെയ്തു തരാൻ യേശു കർത്താവ് മതിയായവനാണ്. എൻ്റെ കരത്തിൽ എന്താ ഉള്ളതെന്നും നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്താണെന്നും ഇതെല്ലാം കർത്താവിന് നന്നായിട്ട് അറിയാം. കർത്താവിന് അറിയാത്ത ഒരു മേഖലകളും ഇല്ല. അതുകൊണ്ട് ഇന്ന് പകൽ വിശ്വസിക്ക്, എൻ്റെ യേശു മതിയായവനാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇത് നിങ്ങൾ തളിർക്കുന്ന കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിനൊക്കെ നിങ്ങൾ തളിർക്കാൻ പോവുക. ഹല്ലേലൂയ. സകല മേഖലകൾക്കകത്ത് ഒരു തളിർപ്പ് വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. അതെ, അങ്ങനെ അതെ, കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ യെശയ്യാവ് ചോദിക്കുന്ന ചോദ്യം 52, വിടുവിപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ കുറുതായി പോയോ? അതെ, കേൾപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കാത് മന്ദമായോ? അത് വിടുവിക്കാൻ എനിക്ക് ശക്തിയില്ലയോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഏത് മേഖലയിൽ എങ്ങനെയാണ് കർത്താവ് നമ്മെ വിടുവിച്ചത് അല്ലെങ്കിൽ വിടുവിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നാമതായിട്ട് വായിക്കാൻ നമുക്ക് സങ്കീർത്തനം 109:21. അതെ, കൃപയാൽ ദൈവം നമ്മെ വിടുവിക്കുവാനായിട്ടിടയായി. കൃപയാൽ. സങ്കീർത്തനം 109:21. ഹല്ലേലൂയ. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. അത് നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. ദയ, കരുണ അല്ലെങ്കിൽ കൃപ. അപ്പൊ ദയയാൽ, കൃപയാൽ കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ടിടയായി. എന്താ കൃപ എന്ന് പറയുമ്പോൾ എന്താ? ശരിക്കും നമുക്കറിയാം,
അർഹതയില്ലാത്തിടത്ത് ദൈവം ചൊരിയുന്ന ദൈവത്തിൻ്റെ ദാനമാണ് കൃപ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി നമ്മൾ അകപ്പെട്ടിരിക്കുന്ന, നമ്മുടെ തെരഞ്ഞെടുപ്പിനാൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വരുത്തി വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം പകരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. നമ്മൾ മനഃപൂർവ്വം വരുത്തി വെക്കുന്ന ചില കെണികളുണ്ട്, മനഃപൂർവ്വമായി ചെന്ന് കയറുന്ന ചില കുരുക്കുകളുണ്ട്. ആ കുരുക്കുകളെ അഴിക്കാൻ ദൈവം നമ്മുടെ മേൽ പകരുന്നതാണ് കൃപ. എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം വരുത്തി വെച്ചു, മനഃപൂർവ്വം നാം കുരുങ്ങി. പക്ഷെ ദൈവത്തിൻ്റെ കൃപ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടി നമ്മെ തേടി വരിക, തേടി വന്നിട്ട് നമ്മെ എന്ത് ചെയ്യുക? അവിടെ നിന്ന് വിടുവിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതേ ഹാല നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. അപ്പോൾ കൃപയാൽ ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകും. ഹല്ലേലൂയ. അതെ, ഇനി 2 അതേ കർത്താവ് വിടുവിക്കുന്നത് യോഹന്നാൻ 8 അതേ 32 വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതേ സത്യത്താൽ ഒരു വിടുതൽ. യോഹന്നാൻ 8:32 സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറയും. യേശു പറയുക, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ വചനം സത്യമാണ്. ഈ സത്യവചനത്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു വിടുതലുണ്ട്. അപ്പോൾ ഒന്ന്, എങ്ങനെയാ വിടുതൽ? കൃപയാൽ ഒരു വിടുതൽ. 2 സത്യത്താൽ ഒരു വിടുതൽ. 3 യോഹന്നാൻ 8:36. യോഹന്നാൻ 8:36 പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പോൾ ഒന്ന്, കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു. 2 സത്യത്താൽ അവൻ നമ്മെ വിടുവിച്ചു. 3 പുത്രനാൽ അവൻ നമ്മെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പുത്രനാൽ അവൻ വിടുവിച്ചു. 4 2 കൊരിന്ത്യർ ലേഖനം 3:17 കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ 4 മേഖലയിലാണ് ഒരുവനിൽ, 4 രീതിയിലാണ് ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ്? 1 കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമായി നാം വരുത്തി വെച്ച, നാം ചെന്ന് കയറിയ കുരുക്കുകൾക്കകത്തിൽ നിന്ന് അത് ദൈവത്തിന്റെ കൃപ നമ്മെ പുറത്തെടുത്തു. 2 ഹല്ലേലൂയ, അതെ സത്യത്താൽ അവൻ നമ്മെ സ്വന്തരാക്കി, സത്യവചനം അയച്ച് അതെ സത്യത്തിന്റെ വചനത്താൽ അവൻ നമ്മെ വിടുവിച്ചു. 3 അതെ പുത്രനാൽ അവൻ നമ്മെ വിടുവിച്ചു. 4 പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അതെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത അതെങ്ങനെയുള്ളതാണ്? നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആ കുരുക്ക് എങ്ങനെയുള്ളതാണ്? നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം അതെങ്ങനെയുള്ളതാണ്? ഇന്ന് പകലിൽ സാഹചര്യം എന്താണെങ്കിലും അതെ കൃപയാൽ ഒരു വിടുതലുണ്ട്, അതെ സത്യത്താൽ ഒരു വിടുതലുണ്ട്, പുത്രനാൽ ഒരു വിടുതലുണ്ട്, പരിശുദ്ധാത്മാവിനാൽ ഒരു വിടുതലുണ്ട്. ഇനി ഈ കെട്ടുകൾ ബന്ധനം എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ശരീരത്തിൽ ബന്ധനങ്ങളുണ്ട്. ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഭയങ്കര ക്ഷീണം, തളർച്ച, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ വരുന്ന ബന്ധനങ്ങളുണ്ട്, ശരീരത്തിൽ. 2 അതെ ആത്മാവിൽ കെട്ടുകളുണ്ട്. ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ശരിയാ, കാര്യമൊക്കെ ശരിയാ, പക്ഷെ ആരാധിക്കാൻ കഴിയുന്നില്ല. കാരണം ആത്മാവിൽ ബന്ധിക്കപ്പെട്ടിരിക്കാം. അതുകൊണ്ട് കൈയടിക്കാൻ പറ്റുന്നില്ല, വായി തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നില്ല. ഇത് ആത്മാവിലുള്ള ബന്ധനങ്ങളാണ്. അപ്പം ശരീരത്തിൽ കെട്ടുകളുണ്ട്, ആത്മാവിൽ കെട്ടുകളുണ്ട്. ഇനി മനസ്സിൽ കെട്ടുകളുണ്ട്. മനസ്സിൽ മാനസികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. മാനസിക തലത്തിൽ ഭയങ്കരമായിട്ട് എപ്പോഴും ഒരു വിഷാദത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ മനസ്സിൽ കെട്ടുകളുണ്ട്. ഇന്നത്തെ ഒരുപാട് യൗവനക്കാരെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മാനസിക തലത്തിൽ അവർ വല്ലാത്ത പിരിമുറുക്കങ്ങളിലൂടെ, സംഘർഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമുണ്ട്, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഒക്കെ ഭയങ്കര വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ മാനസിക തലങ്ങളിൽ അവർ കെട്ടപ്പെട്ടിരിക്കുക. ഭയങ്കര സമ്പത്തുള്ളവർ, പണമുണ്ട്. അപ്പോൾ പണവും ഇതൊന്നും അല്ല, മാനസിക തല പിരിമുറുക്കങ്ങൾക്ക് അന്ന് വെളി വരാൻ ഈ പണവും വിദ്യാഭ്യാസവും ഒന്നും കാരണമല്ലെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. പണമുള്ളവരും പഠനമുള്ളവരും ഒക്കെ നല്ല സൗന്ദര്യമുള്ളവരും എല്ലാം മാനസിക തലത്തിൽ എവിടെയൊക്കെയോ കെട്ടപ്പെട്ട് വല്ലാത്ത പിരിമുറുക്കം. ഒന്നെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് മാറിയിരിക്കണം, അല്ലെങ്കിൽ ആരോടും മിണ്ടത്തില്ല. ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് യൗവനക്കാരുണ്ട്. അപ്പം മനസ്സിൽ കെട്ട്. ഇനി കുടുംബത്തിൽ കെട്ടുകളുണ്ട്. കുടുംബത്തിൻ്റെ അകത്ത് കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. 1 പറഞ്ഞ് 2 പറഞ്ഞ് അങ്ങോട്ട് കലഹമാകുന്നു, അല്ലെങ്കിൽ ഒരു ഐക്യത ഉണ്ടാകുന്നില്ല. അങ്ങനെ കുടുംബത്തിൻ്റെ അകത്ത് ഉള്ള ബന്ധനങ്ങളുണ്ട്. ഇനി ശുശ്രൂഷയ്ക്കകത്തുണ്ട്. അതേ ശുശ്രൂഷയ്ക്കകത്തൊന്നും മുന്നേറാൻ കഴിയുന്നില്ല, ദൈവകാര്യത്തിലൊന്നും മുന്നേറാൻ കഴിയുന്നില്ല. ഇനി സാമ്പത്തികമായ ബന്ധനങ്ങളുണ്ട്. അധ്വാനിക്കുന്നുണ്ട്, എന്നും പണിയുണ്ട്, പക്ഷേ ഒരു പൈസയും കയ്യിലില്ല. എന്നും അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ
ഒന്നുമില്ല, ആവശ്യം വരുമ്പോൾ ഒന്നുമില്ല, വെറുതെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെയുള്ള അനുഭവം, അങ്ങനെ സാമ്പത്തികമായി ബന്ധനം. അപ്പം ഇന്ന് പകലിൽ നിങ്ങളകപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഏതാ? ഇത്ര കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അകത്താണോ ഇരിക്കുന്നത്? അതിൻ്റെ അകത്തൊരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ ഇന്ന് പകലിൽ ഇവിടെ കർത്താവ് എന്നെ അയച്ചതും ഞാനിവിടെ നിൽക്കുന്നത് ഇത് പറയാനാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ സ്വതന്ത്രരാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക, നിങ്ങളെ വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുടെ ബന്ധനം ഏത് മേഖലയിലായിരുന്നാലും, അതൊരു പക്ഷേ ശരീരത്തിലാകാം, നിങ്ങളുടെ ബന്ധനം ആത്മാവിലാകാം, അത് മാനസികമാകാം, കുടുംബജീവിതത്തിലാകാം, ശുശ്രൂഷയിലാകാം, സാമ്പത്തികമാകാം. ഹല്ലേലൂയ. ഏത് മേഖലയിലാണെങ്കിലും വിടുവിക്കാൻ അതേ കർത്താവിന് ഹിതമുണ്ട്. കാരണം ലോകം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ലോകം മനുഷ്യനെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത്, പിശാച് മനുഷ്യനെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പോൾ പിശാച് വരുന്നത് നമ്മുടെ നന്മകളെ അപഹരിക്കാനാണ്. പിശാച് വരുന്നത് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാനാണ്. പിശാച് വരുന്നത് ഹല്ലേലൂയ നമ്മളെ ശൂന്യമാക്കാനാണ്. പക്ഷെ ബൈബിൾ പറയുന്നു, അത് യേശു വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായുള്ള ജീവൻ ഉണ്ടാകുവാനുമാണ്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് വന്നത് പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കാനാണ്. യേശു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അത് ഏത് മേഖലയിലാണോ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, ആ മേഖലയിൽ സ്വാതന്ത്ര്യം നൽകി നിങ്ങളെ മടക്കി അയക്കാൻ യേശു കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ലോകം പോരാടിക്കൊണ്ടിരിക്കുന്നത്, ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യണം? ബന്ധിക്കണം. ഒരു ദൈവവൈതലിനെ ബന്ധിക്കണം. അതാ ലോകം ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ ആഗ്രഹം അതാ. പിന്നെ എങ്ങനെയാലും ഒന്ന് കുരുക്കിയിടണം, അതാ പിശാച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിൽക്കണം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എന്തുകൊണ്ട് അതൊരു ഒരു വാണിംഗ് പോലെ വചനം പറയുന്നത് എന്താ? കാരണം പിന്നെയും കുടുങ്ങിപ്പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ബൈബിൾ പറയുകയാണ്, നിങ്ങൾ ലഭിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കണം. അടിമ നുകത്തിന്റെ അകത്ത് പിന്നെയും കുടുങ്ങി പോകരുത്. പിശാചിന്റെ നുകത്തിന്റെ കീഴിൽ പിന്നെയും അകപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഇന്ന് പകലിൽ കർത്താവ് ഒരു സ്വാതന്ത്ര്യത്തെ നൽകാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. എവിടെയാ താൻ ഉണ്ടായിരുന്നത്? അല്ലെ, അതിന്റെ 10-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. അവിടെ എവിടെയാ? ഒരു ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ നിവരുവാൻ കഴിയാത്ത സ്ത്രീ എവിടെ ഇരിക്കുന്നത്? അവൾ ഇരിക്കുന്നത് പള്ളിയിലാണ്. പള്ളിയിൽ പോകാത്തവളായിരുന്നെങ്കിൽ പറയായിരുന്നു അവൾ ആരാധനയ്ക്ക് വരാത്തത് കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ്. പക്ഷെ ഇരിക്കുന്നത് പള്ളിക്കകത്താ, ഇരിക്കുന്നത് ആരാധനാലയത്തിന്റെ അകത്താ. പക്ഷെ 18 സംവത്സരമായി നിവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ ഒന്ന് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. 4 പേരെ കാണുമ്പോൾ മുഖം കുനിച്ച് തല കുനിച്ച് മാറിപ്പോകേണ്ട അവസ്ഥയാ. എവിടെയൊക്കെയോ പിശാച് നിന്നെ തല നിവർത്താൻ കഴിയാതെ എവിടെയൊക്കെയോ ഹല്ലേലൂയ പള്ളിയിൽ വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, ഹല്ലേലൂയ, ആരാധനകളൊന്നും മുടക്കുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ നിവരാൻ കഴിയാത്ത അനുഭവത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്. ഹല്ലേലൂയ. അവിടെ ബൈബിൾ പറയുന്നു, യേശു അവളെ കണ്ടു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ യേശു നിന്റെ അവസ്ഥയെ കാണുക, യേശു നിന്റെ സാഹചര്യത്തെ കാണുക. എത്ര നാളായി നീ തലകുനിഞ്ഞ് നടക്കുന്നു എന്നുള്ളത് യേശു കാണുക. എത്ര നാളായി നീ ഭാരം പേറി നടക്കുന്നു എന്നുള്ളത് യേശു കാണുക. ഹല്ലേലൂയ. അടുത്ത വാക്ക്, യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് യേശു കാണുക, യേശു നിന്റെ സാഹചര്യത്തെ കാണുക, യേശു നിന്റെ അവസ്ഥയെ കാണുക. എന്നിട്ട് യേശു അവളെ അടുക്ക വിളിച്ചു. അടുക്ക വിളിച്ചിട്ട് യേശു പറയുന്ന വാക്ക്, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അടുത്ത വാക്ക്, അവൾ ക്ഷണത്തിൽ നിവർന്നു. അവൾ 10 ദിവസം കഴിഞ്ഞ് നിവർന്നാണോ അക്സമാനെ? അല്ല. അവൾ 20 ദിവസം കഴിഞ്ഞ് നിവർന്നതാണോ? അല്ല. അവൾ ക്ഷണത്തിൽ
ക്ഷണത്തിൽ നിവർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിടുതൽ നാളെയല്ല, നിങ്ങളുടെ വിടുതൽ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല, ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഇപ്പോൾ തന്നെ ഓ ഹല്ലേലൂയ അത് നിങ്ങൾ തലകുനിഞ്ഞ് നിൽക്കുന്ന മേഖലയിൽ, നിങ്ങൾ നിന്നാപാത്രമായിരിക്കുന്ന മേഖലയിൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോ ഓരോ നിവർന്നു നിൽക്കുന്ന ഒരു അനുഭവം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചില വ്യക്തികളുടെ മേൽ അത് സംഭവിക്കട്ടെ, അല്ലെ ചില കുടുംബങ്ങളുടെ മേൽ അത് സംഭവിക്കട്ടെ. അത് തലകുനിഞ്ഞ് നിൽക്കുന്ന അവസ്ഥകൾ, ഭാരത്തോടെ അത് നിന്നാപാത്രമായി അത് ആയിരിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 18 സംവത്സരമായി നിവരുവാൻ കഴിയാത്ത ആ സഹോദരിയെ യേശു കണ്ടു, യേശു അവളെ അടുക്ക വിളിച്ചു, യേശു അവളെ തൊട്ടു, അവളുടെ രോഗബന്ധനം അഴിഞ്ഞു, ക്ഷണത്തിൽ അവൾ നിവർന്നു. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്ത് ആ വാക്യം അതുപോലെ സംഭവിക്കുക, ചില വ്യക്തികളുടെ മേൽ ആ വാക്യം അതുപോലെ സംഭവിക്കുക. ഇന്നലകളിൽ നീ തലകുനിഞ്ഞ മേഖലകൾ, ഓ 4 പേരുടെ മുമ്പിൽ അല്ലെ, ആ 4 പേരുടെ ചോദ്യ ശരത്തിന്റെ മുമ്പിൽ അല്ലെ മറുപടി പറയാൻ കഴിയാതെ അല്ലെ വേദനയോടെ നീ വായടച്ചു നിന്ന അനുഭവങ്ങൾ, ആ മേഖലക്കകത്ത് ഓ ഹാല് നിന്നെ ഉദ്ധരിച്ച് നിന്റെ തലയെ നിവർത്താ, നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റാൻ എൻ്റെ യേശുവിന്റെ പദ്ധതിയുണ്ട്. കാരണം എൻ്റെ ബൈബിൾ പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിത അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. അത് സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടോ? അത് സംഭവിക്കും. വിശ്വസിക്കണം, ഏറ്റെടുക്കണം, സംഭവിക്കും. ഇന്നലകളിൽ തലകുനിഞ്ഞ മേഖലയിൽ കർത്താവ് തല നിവർത്തും. തലയെ തൊട്ട് പറയണം, വചനം നിങ്ങളോടാന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കണം, അതിനെ ഏറ്റെടുക്കണം. ഇന്നലകളിൽ എവിടെയൊക്കെയോ തല കുനിഞ്ഞില്ലേ? ഇന്നലകളിൽ എവിടെയൊക്കെയോ അതേ ചോദ്യ ശരങ്ങൾക്ക് മുന്നിൽ അതിൽ മൗനം പാലിച്ചില്ലേ? ഹല്ലേലൂയ. 4 പേരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാതെ വേദനയോടെ നീ ഓടി മറഞ്ഞ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടായില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ അതേ ബൈബിൾ പറയുകയാണ്, യേശു അവളെ കണ്ടു, യേശു അവളെ അരികെ വിളിച്ചു. ഇന്ന് പകൽ നിന്റെ അവസ്ഥയെ കാണുന്ന ഒരു നാഥൻ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ സാഹചര്യങ്ങളെ കാണുന്ന ഒരു കർത്താവ് നിന്റെ ഹല്ലേലൂയ അരികിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് പകലിൽ ആ യേശു നിന്നെ തൊടുകയാ. ഇന്ന് പകലിൽ നിന്റെ സാഹചര്യത്തെ അവൻ മാറ്റുക. ഇന്ന് പകലിൽ ബന്ധനം എന്തായിരുന്നാലും ഇന്ന് പകലിൽ നസ്രയൻ ആ ബന്ധനത്തെ അഴിക്കുകയോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വിടുതൽ വ്യാപരിക്കട്ടെ. അർദ്ധനാ രകൽക്കനാഥ രക്ഷസ്പരന്തനാദി ഉടകമന ദരകക്ഷകത്തരാദരച്ചര പ്രഭധുരി ഉടകാ നഗത്തര പ്രഭാനവ ദീപാ രാഗ 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 അൽതാ ജാനാ ധൂഡാ വാര ഹസ്തവരക്ഷവരംധന വന്ദര ജൂഡവരംധര ജൂഡവരഗത ദീപാ ജാനാ ദീപാ രാബാ ശംദാ രവനാ രഗനാ രഗന ഈവരജാനത രാധകലക്ഷവരംജന വന്ദര ജൂഡവരംധര വർഷം യേശുവിനൊരു വിഷയമല്ല. 18 വർഷം കർത്താവിനൊരു വിഷയമല്ല. പുറകോട്ടൊന്ന് ചിന്തിച്ച് എത്ര വർഷമായി ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, കൂട്ടായ്മകളുണ്ട്. നിവരാൻ കഴിയാത്ത അനുഭവം, തല നിവർത്താൻ കഴിയാത്ത അനുഭവം. എന്നാൽ കർത്താവ് പറയുക, യേശു അവളെ കണ്ടു, യേശു അവളെ കണ്ടു. ഇന്ന് പകലിൽ ആരും നിന്നെ കാണുന്നില്ലെങ്കിലും നിന്റെ കാണുന്ന ഒരുവൻ ഇതിൻ്റെ അകത്തുണ്ട്. ആരും നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നില്ലെങ്കിലും നിന്നെ നന്നായി അറിയുന്ന ഒരുവൻ ഇതിൻ്റെ അകത്തുണ്ട്. അവൻ നിന്റെ ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്നവനാണ്. നിന്റെ വേദനകളെ അവൻ അറിയുന്നവനാണ്. ഇന്ന് പകലിൽ അവൻ നിന്റെ തലയെ ഉയർത്തുന്നവനാണ്. അപ്പൊ ശരിക്കും ഈ സഹോദരിയുടെ വിഷയം എന്താ? ഒരു രോഗാത്മാവ് അല്ലെ? ഒരു രോഗാത്മാവ്. യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അതൊരു രോഗാത്മാവാണ് അല്ലേ? അപ്പം ഈ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ തല നിവർത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു 4 പേരുടെ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റത്തില്ലാത്ത അനുഭവത്തിൽ ഈ ആത്മാവ് കൊണ്ടെത്തിക്കും. അപ്പൊ ചില തകർച്ചയുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മമണ്ഡലം, ചില പരാജയങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുരാത്മമണ്ഡലം. ഇന്ന് പകലിൽ എന്തായിരുന്നാലും അതിൻ്റെ നടുവിൽ ഒരു വിടുതൽ അയച്ച കർത്താവ് നിങ്ങളെ അയക്കത്തുള്ളൂ.
പകലൊരു വിടുതലോടെ, ആ വാക്യം ഇങ്ങനെയാണ്, ക്ഷണത്തിൽ അവൾ എന്ന് പറഞ്ഞു, ക്ഷണത്തിൽ. പകൽ നിങ്ങൾ ഈ ആലയം വിടുന്നതിന് മുന്നമേ ഒരു വിടുതലുണ്ട്. നിങ്ങൾ വന്നതുപോലെ ഇതിൻ്റെ അകത്ത് മടങ്ങത്തില്ല, ഒരാനന്ദത്തോടെ മടങ്ങും, ഒരു വിടുതലോടെ മടങ്ങും, ഒരാശ്വാസത്തോടെ നിങ്ങൾ മടങ്ങും. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ശുശ്രൂഷയിൽ, അതേ തലമുറകളുടെ ഭാവിക്കെതിരെ, അത് ഏതൊക്കെ മേഖലയിൽ പിശാച് ബന്ധിച്ചൊതുക്കാൻ ശ്രമിച്ചാലും ആ മേഖലകൾക്കകത്തുനിന്നൊക്കെ കർത്താവ് എന്ത് ചെയ്യും? ഉദ്ധരിക്കും. ആ മേഖലയിൽ നിന്നൊക്കെ കർത്താവ് വിടുവിക്കും. കാരണം യേശു കർത്താവ് വിടുവിക്കുന്നവനാണ്. പിശാച് ബന്ധിക്കുന്നവനാണ്, പക്ഷേ യേശു കർത്താവ് ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്. യേശു കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കുന്നവനാണ്. അത് ഇന്ന് പകലിലും സ്വാതന്ത്ര്യത്തോടെ കർത്താവ് നമ്മെ അതെ മടക്കി അയക്കുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ ഈ ആത്മാവിൻ്റെ പ്രവൃത്തി എന്താണ് ഈ ദുരാത്മാവ് ഇന്ന് വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നാൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? അതെ, നമുക്ക് നോക്കാം. അതെ, 2 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും പോന്നു. 2 ഗ്രഹങ്ങൾ, 2 കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും, ഈ 2 ഗ്രഹവും തമ്മിൽ ദീർഘകാല യുദ്ധം നടന്നു. എന്നാൽ ഒരുവനെ കുറിച്ച് പറയുന്നു, ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും പോന്നു. കാരണം ശൗലിന്റെ ഗ്രഹം ക്ഷയിക്കാനുണ്ടായ കാരണം എന്താ? ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് അവനിൽ നിന്ന് പോയി ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. എന്താ സംഭവിച്ചത്? അവന്റെ ഗ്രഹം ക്ഷയിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുപടി, അതിൻ്റെ ആകത്തുക എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതെ ഹല്ലേലൂയ. അത് എൻ്റെ കാലത്തൊരു നന്മയില്ല. ഞാൻ ചിന്തിച്ചു, എൻ്റെ തലമുറയുടെ കാലത്തെങ്കിലും ഒരു നന്മ ഉണ്ടാകും, എൻ്റെ തലമുറയുടെ അതേ സമയത്തെങ്കിലും ഒരു ഉദ്ധാരണം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് സംഭവിക്കും. ഇതായിരുന്നു എൻ്റെ പ്രതീക്ഷ. എനിക്കോ നന്മ കാണാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ തലമുറകളിലൂടെ എങ്കിലും ഒരു നന്മ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ തലമുറയുടെ സമയം വന്നപ്പോഴത്തേക്കും അതെ ഹല്ലേലൂയ, ഞാൻ അകപ്പെട്ടതിനേക്കാൾ വല്ലാത്ത കെണിക്കകത്ത് തലമുറ അകപ്പെട്ടിരിക്കും. അപ്പൊ തലമുറയെങ്കിലും ഒരു ഉദ്ധാരണം അവരിലൂടെയെങ്കിലും എൻ്റെ കുടുംബത്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തലമുറയിൽ കൂടെ പോലും ഒരു നന്മ കാണാൻ കഴിയാത്ത അനുഭവത്തിൽ എവിടെയൊക്കെയോ കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുക. ശൗലോ പരാജയപ്പെട്ടു. അവൻ പരാജയപ്പെട്ട പോവുക മാത്രമല്ല, അവന്റെ ഗ്രഹവും കൂടെ ക്ഷയിച്ചു പോയി. തലമുറകളെ പോലും ശൂന്യമാക്കി കളയുന്ന, തലമുറകളെ പോലും എവിടെയൊക്കെയോ കുടുക്കിക്കളയുന്ന ദുരാത്മമണ്ഡലങ്ങളുടെ വ്യാപാരം. ഇന്ന് പകലിൽ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നന്മ കണ്ടില്ല, എൻ്റെ തലമുറയിലൂടെയെങ്കിലും ഒരു നന്മ കാണുമെന്നും ഒരാനന്ദം എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഉണ്ടാകുമെന്നും ചിന്തിച്ചിട്ട് അതുപോലും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നീ കടന്നു പോകുന്ന അവസ്ഥകളിൽ നിന്നെ ഉദ്ധരിക്കാൻ, നിന്റെ തലമുറകളുടെ ഭാവി ശോഭനമാക്കാൻ ഇന്ന് പകലിൽ യേശു കർത്താവ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നീ അകപ്പെട്ടിരിക്കുന്ന വല്ലാത്ത കെണിക്കകത്ത് നിന്നെ ഉദ്ധരിച്ച് നിന്റെ തലമുറകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനങ്ങളെ അറുത്ത് അവരുടെ ഭാവിയെ ശോഭനമാക്കാൻ എൻ്റെ യേശു കർത്താവ് മതിയായവനാണ്. കാരണം ഹല്ലേലൂയ, എൻ്റെ യേശു അതെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ഈ ഭൂമിയിൽ വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പിശാച് ബന്ധിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. ആ ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറട്ടെ. തലമുറകളുടെ ഭാവിയെ ബന്ധിച്ചിരിക്കുന്ന, തലമുറകളുടെ വല്ലാത്ത കുരുക്കിന്റെ അകത്ത്, പാപത്തിന്റെ അകത്ത് കുരുക്കിയിട്ടിരിക്കുന്ന വ്യാപാരങ്ങൾ ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അതെ അഴിയട്ടെ. തലമുറകൾ കർത്താവിലേക്ക് മടങ്ങി വരുന്ന പകലാ ഇന്ന് പകൽ മാറട്ടെ. പാപത്തിൽ കുടുങ്ങിക്കിടക്കുന്ന യൗവനക്കാർ ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. മയക്കുമരുന്നിന്റെ അകത്ത്, മദ്യപാനത്തിന്റെ അകത്ത്, ഹല്ലേലൂയ ഹല്ലേലൂയ, ലോകത്തിന്റെ ഇമ്പങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന യൗവനക്കാർ, തലമുറകൾ യേശു ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന പകലാൽ ഇന്ന് പകൽ മാറട്ടെ. പിശാച് ബന്ധിക്കുന്നവനാണ്, എൻ്റെ യേശു ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് എത്രമാത്രം പിശാച് ബന്ധിച്ചൊതുക്കാൻ നോക്കിയാലും പുറത്തു വരും. കുടുംബം പുറത്തു വരും, തലമുറകൾ പുറത്തു വരും. അവരുടെ ഭാവി ദൈവത്താൽ ശോഭനമാകും, അവരനുഗ്രഹിക്കപ്പെടും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. കാരണം എൻ്റെ യേശു അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്. ചില വിടുതലുകളെ കർത്താവ് കൽപ്പിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 68:6 വായിക്കാം. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. വാക്യം ശ്രദ്ധിച്ചോ. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. അനേക നാളുകളായി വിവാഹം നോക്കുന്നുണ്ട്. ഒന്ന് ശരിയാവുമ്പോൾ മറ്റൊന്ന് ശരിയാകുന്നില്ല, ഒന്നൊത്തു വരുമ്പോൾ മറ്റൊന്ന് അടുത്ത് വരുന്നില്ല. എന്നാൽ ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനൊരു ദൂതുണ്ട്. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കും. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല എന്ന് കണ്ട് ആദിമ മനുഷ്യനായ ആദാമിന് തക്ക തുണയായ ഹവ്വയെ ദൈവം ഒരുക്കി കൊടുത്തെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്കൊരു തക്ക തുണയെ നൽകാൻ കർത്താവ് വിശ്വസ്തനായവനാണ്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവം തൻ്റെ ദാസന്മാർക്ക് വേണ്ടി നോക്കി വച്ചിരിക്കുന്നതും സർവഭൂമിയുടെയും മഹത്വമായിരിക്കുന്നതുമായ പാലും തേനും ഒഴുകുന്നതായ ഒരു ദേശം. അപ്പോൾ ദൈവം ചിലതിനെ നോക്കി വെച്ചിട്ടുണ്ട്. അതുമായിട്ട് ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളെ കണക്ട് ചെയ്യിക്കും. വിവാഹം വേഗത്തിൽ നടക്കും. നമ്മളും കൂടെ മനസ്സ് വെച്ചാൽ നമുക്കൊരാഗ്രഹമുണ്ട്, നമുക്കൊരു ഉത്സാഹം ആ വിഷയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിശ്ചയമായിട്ടും വിളിക്കും. പലതും ദൈവം കൊണ്ടുവരും, പക്ഷേ നമ്മൾ അതിൻ്റെ അകത്ത് മാറി നിൽക്കുക. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാം. വിവാഹവുമായി ബന്ധപ്പെട്ട്, തലമുറകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ചില വഴികളെ ദൈവം തുറക്കും. വേഗത്തിൽ ചില വഴികളെ ദൈവം തുറക്കും. പെട്ടെന്നായിരിക്കുക. അങ്ങനെ ചിലത് സംഭവിക്കും. അങ്ങനെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. തലമുറകളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ മാതാപിതാക്കളും. അപ്പം നിങ്ങളുള്ള ദൂതായത് ഒരാമേൻ പറ, വിശ്വാസത്തോടെ പറ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം ഒരു വചനം പറയുമ്പോൾ ഈ 66 പുസ്തകങ്ങളുള്ള ഈ ബൈബിളിൻ്റെ അകത്തുനിന്ന് ഇത്രയും വാക്യങ്ങളുള്ളപ്പോൾ ഇന്ന് പകൽ ഈ വാക്യം മാത്രം തപ്പിപ്പിടിച്ചെടുത്തോണ്ട് വന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതല്ലേ. ഒരിക്കൽ ഒരു സ്ഥലത്ത് കുടുംബത്തിൻ്റെ അകത്ത് ഭയങ്കര പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്ക്, അടി, ബഹളം. അപ്പം ഭർത്താവാണെങ്കിൽ എന്നും വല്ലാത്ത വിഷയമാണ്. അപ്പം ഭാര്യ എന്നിട്ട് പാസ്റ്റർ എടുത്ത് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ അച്ഛൻ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാസ്റ്റർ വന്നിട്ടൊന്ന് ഉപദേശിക്കണം. അപ്പോൾ പാസ്റ്റർ വിഷയത്തെയൊക്കെ നല്ലപോലെ ഒന്ന് പഠിച്ചു വാക്യങ്ങളെല്ലാം തപ്പിയെടുത്തു. ഈ അച്ഛനോട് സംസാരിക്കേണ്ട വാക്യങ്ങളെല്ലാം തപ്പിയെടുത്ത് ഒരു ദിവസം രണ്ടുപേരും ഉള്ള സമയത്ത് വീട്ടിൽ ചെന്ന് രണ്ടുപേരെ ഇരുത്തി സംസാരിക്കുകയാണ്. വാക്യങ്ങളെല്ലാം പറഞ്ഞ് വാക്യത്തിലൂടെയൊക്കെ അങ്ങ് ധൈര്യപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും ആമയും പറയുന്നുണ്ട്, കൈയൊക്കെ കെട്ടി എന്നെല്ലാം സമ്മതിച്ച് കേൾക്കുക. അവസാനം പ്രാർത്ഥിച്ച് വചനം പറഞ്ഞു കൊടുത്ത് ഉപദേശം അവസാനിപ്പിച്ചപ്പം അച്ഛൻ ചാടി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ കാര്യം എന്നറിയോ? എൻ്റെ ഭാര്യയുടെ നേരെ ചെന്നിട്ട് പറഞ്ഞു, എടിയേ നീ നോക്കിക്കേ, ഇത്രയും തിരക്കുണ്ടായിട്ട് ഈ പാസ്റ്റർ നിനക്ക് വേണ്ടി ഇത്രയും വാക്യം തപ്പിയെടുത്തോണ്ട് വന്നല്ലോ. ഉണ്ടോ? ഇത്രയും തിരക്കിൻ്റെ ഇടയിലും പാസ്റ്റർ നിനക്ക് വേണ്ടി ഇത്രയും വാക്യം തപ്പി. അതിൻ്റെ അർത്ഥം എന്നാ? ഇത്രയും നേരം പറഞ്ഞിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊന്നും കയറിയില്ല, അദ്ദേഹം കെട്ടിയതെല്ലാം എന്ന് പറയുന്നത് പോലെ ഇത് അവനുള്ളത് മാത്രമല്ല, ഇത് നിങ്ങൾക്കും കൂടെ ഉള്ള ദൂത. അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. തലമുറയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ അത്ഭുതകരമാക്കി ദൈവം മാറ്റും. വേഗത്തിൽ ദൈവത്തിൻ്റെ ഒരു വഴിയെ ദൈവം തുറക്കും. അവൻ ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന ദൈവമാണ്. അപ്പോൾ ഏദനിൽ ആദമിന് വേണ്ടി തക്ക തുണയെ ഒരുക്കിയ കർത്താവ് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ തക്കതായ തുണകളെ ഒരുക്കും. ഹല്ലേലൂയ. ഇനി അടുത്തത്, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. അപ്പോൾ എൻ്റെ ദൈവം ആരാ? അവൻ
വിടുവിക്കുന്ന ദൈവം, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. യെശയ്യാവ് 61:1 വായിക്കാമോ? യെശയ്യാവ് 61:1. ഹല്ലേലൂയ. അതെ, ഹൃദയം തകർന്നവർക്ക്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവിന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും. വിടുതലുണ്ടാകും ഈ ദിവസങ്ങളിൽ. തടവുകാർക്ക് വിടുതലുണ്ടാകും. വിശ്വസിച്ചോ? ഈ ദിവസങ്ങളിൽ വിടുതലുണ്ടാകും. അത് സംഭവിക്കും. 100% അത് സംഭവിച്ചിരിക്കും. കാരണം വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നെങ്കിൽ അതങ്ങനെ തന്നെ. ചില അവസ്ഥകൾക്കകത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില ആ സാഹചര്യങ്ങൾ ആക്ഷരികമായ തടവായിരിക്കാം, അത് ആത്മീകമായ തടവായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവത്താൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇനി അടുത്തത്, അത് തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും. അപ്പോൾ അതെ, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിപ്പാനും. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിനെ, അതെ, പിതാവാകുന്ന ദൈവം ഈ താണ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ദുഃഖത്തിലിരിക്കുന്ന നമ്മെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അതിൽ വെണ്ണീറിൽ ഇരിക്കുന്ന നമുക്ക് ഒരു അലങ്കാരമാല നമ്മെ അണിയിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതിൽ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട നമ്മെ ഉടുപ്പിക്കാൻ വേണ്ടിയാണ്. അതേ, യഹോവയാകുന്ന ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് അതെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുമ്പോൾ, യേശു കർത്താവ് നമ്മുടെ അതേ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ, അത് യേശു കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ വിലാപങ്ങൾ അത് നൃത്തമായി മാറും. നമ്മുടെ സാഹചര്യങ്ങൾ തിരിയും, അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. അതേ, പുറപ്പാട് പുസ്തകത്തിലെ വാക്യം ഒന്ന് വായിച്ചേ, 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവിധികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. കണ്ടോ? അപ്പം പിശാചിന്റെ അടിമത്തം, ഊഴിയവേല, അവിടെ മിസ്രയീമ്യരുടെ ഊഴിയവേല, കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിന് തക്ക പ്രതിഫലമൊന്നും ലഭിക്കുന്നില്ല. ഒത്തിരി ഓടുന്നുണ്ട്, പക്ഷേ അതിന് തക്ക ഒന്നും പ്രാപിക്കുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നില്ല. പക്ഷെ കഥ പറയുകയാണ്, ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ അത് ചില ഊഴിയ വേലയിൽ നിന്ന് ഒരു ഉദാഹരണം കർത്താവ് നൽകും. ചില നുഖങ്ങളെ കർത്താവ് തകർക്കും. ഹല്ലേലൂയ. ഈ എങ്ങനെയാ വിടുതൽ സംഭവിക്കുന്നത്? 1, കൃപയാൽ അവൻ നമ്മെ വിടുവിക്കും. 2, അത് സത്യത്താൽ അവൻ നമ്മെ വിടുവിക്കും. 3, പുത്രനാൽ അവൻ നമ്മെ വിടുവിക്കും. 4, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ വിടുവിക്കും. ബൈബിൾ പറയുന്നു, പുഷ്ടി നിമിത്തം നുകം തകർന്നു മാറും. അപ്പൊ ആത്മാവിന്റെ പുഷ്ടി നമ്മിൽ വ്യാപരിക്കുമ്പോൾ പിശാചിന്റെ നുകങ്ങൾ അഴിഞ്ഞു മാറുവാനായിട്ട്. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിലാണോ കെട്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് അതേ കർത്താവിന് നന്നായിട്ട് അറിയാം. കർത്താവിനറിയാം എവിടെയാണ് നിങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത്. അത് കർത്താവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഏത് സാഹചര്യത്തിൽ നിങ്ങളായിരുന്നാലും, ഇന്ന് അത് ഏത് നിലവാരത്തിൽ നിങ്ങളായിരുന്നാലും, ദൈവകൃപയാൽ, സത്യത്താൽ, അതേ പുത്രനാൽ, പരിശുദ്ധാത്മാവിനാൽ അവൻ നിങ്ങളെ വിടുവിക്കുവാനായിട്ടായിത്തീരും. ഹല്ലേലൂയ. അപ്പൊ ചിലർ അറിയാതെ ചില ബന്ധനങ്ങൾക്കകത്ത് ചെന്ന് കയറുന്നുണ്ട്. അറിയാതെ ചില പാപങ്ങൾക്കകത്ത് ചെന്ന് വീഴുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോട് നിങ്ങൾക്ക് അടുത്തു വരാൻ ആഗ്രഹമുള്ളപ്പോഴും അടുത്തു വരാൻ കഴിയാതെ അല്ലെ എവിടെയൊക്കെയോ കെട്ടപ്പെട്ട പോലെ ആയിരിക്കുന്ന ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോഴും പ്രാർത്ഥനയിൽ കയറി വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളപ്പോഴും അതിൽ കഴിയാതെ വണ്ണം എവിടെയൊക്കെയോ ഹല്ലേലൂയ പിന്നോട്ട് വലിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഉളവാകാറുണ്ട്. ഇനി ഇയ്യോബിന്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇയ്യോബ് നേരിട്ട പോരാട്ടങ്ങളൊന്നും തന്നെ അവൻ അറിഞ്ഞിട്ട് വന്നതല്ല. ഹല്ലേലൂയ. അതേ, അവന്റെ പക്കൽ നീതികേട് ഉണ്ടായിട്ട് വന്നതല്ല. യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3 വായിക്കാമോ? യോബിന്റെ പുസ്തകം 2-ന്റെ 3. യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്ന പോരാട്ടങ്ങളുടെ ഒന്നും പിന്നിൽ
ഒരു കാരണം നമുക്ക് കാണാം. യഹോവ സാത്താനോട്, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. ദൈവം തന്നെ സാക്ഷ്യം പറയുക. ഇതുപോലെ ദൈവം സാക്ഷ്യം പറഞ്ഞ ഒരു ദമ്പതികളായിരുന്നു സക്കറിയാവ് എലിസബത്ത് ദമ്പതികൾ. ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞത്. പക്ഷേ അവരുടെയും ജീവിതത്തിന്റെ അകത്ത് തലമുറകളില്ല. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് പിശാച് അവന്റെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നു. പക്ഷേ അതെ, സക്കറിയാവിന്റെ ജീവിതത്തിന്റെ അകത്ത് മറ്റൊരു വിഷയം, ഹല്ലേലൂയ, തലമുറകളില്ല. പക്ഷെ രണ്ടുപേരെ കുറിച്ചും ദൈവം പറയുന്ന സാക്ഷ്യം ഒരുപോലെയുള്ള സാക്ഷ്യമാണ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. എന്നിട്ട് അതിന്റെ താഴെ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്നരുളി ചെയ്തു. അപ്പൊ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ അകത്ത് വന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ടാ? വെറുതെ എന്തായാലും കാരണം പിന്നിലുണ്ടായിട്ടല്ലോ. വെറുതെ കർത്താവ് പറയാ, വെറുതെ. നന്മ ചെയ്തിട്ടും പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ചെയ്യുന്നതൊക്കെ നന്മയാ, മറ്റുള്ളവർക്ക് ഗുണം വരണമെന്ന് ചിന്തിച്ചാ ചെയ്യുന്നത്. പക്ഷേ നന്മ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന പ്രതികൂലം എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർക്കൊരു നന്മ ആഗ്രഹിച്ചിട്ടും അവർക്ക് വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടും അയ്യോ എനിക്ക് തിന്മയാണേ ഉണ്ടാകുന്നെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യാതൊരുവിധ തെറ്റും ചെയ്യാതെ, യാതൊരുവിധ ദോഷവും ചെയ്യാതിരുന്നിട്ടും വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചിട്ടും വേദനയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവവാദപ്പെടുത്തി കണ്ണുനീരോടെ ഇരിക്കുന്നുണ്ട്, എന്നിട്ടും വേദനയുടെ, പ്രതികൂലങ്ങളുടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? യോബ് തന്നെ പറയുന്ന വാക്ക് 9:17 യോബ് പറയുകയാണ്, കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ, അതെ ഹല്ലേലൂയ, കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു. കാരണമില്ല വേദന വർദ്ധിക്കുക, കാരണമില്ല പ്രതിസന്ധി വർദ്ധിക്കുക, കാരണമില്ല ഹല്ലേലൂയ പ്രതികൂലങ്ങൾ, എതിരുകൾ എഴുന്നേൽക്കുക, അല്ലെ സത്യനിമിത്തം, നീതി നിമിത്തം, വിശ്വാസം നിമിത്തം പലവിധമായ പോരാട്ടങ്ങളിലൂടെ, അതെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഏത് തന്നെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഏത് സാഹചര്യങ്ങളുടെ കാരണം ഉണ്ടായിട്ടോ കാരണമില്ലാതിരുന്നിട്ടോ ഏത് സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്ത് തന്നെ ആയിരുന്നാലും വിടുവിക്കുന്നവനായി യേശു കർത്താവ് നിങ്ങളുടെ അരികിൽ ഇന്ന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കുക. അപ്പോസ്തലപ്രവൃത്തി 12:5. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു വന്നു. അതിൻ്റെ 6-ാം വാക്യം, ഹല്ലേലൂയ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പത്രോസ് തടവറയിൽ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ആരാണ്? ദൈവമക്കൾ ക്രിസ്തുവിന്റെ നാമം ധരിച്ചവരാണ് ദൈവമക്കൾ. സുവിശേഷ നിമിത്തം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകാം. സുവിശേഷ നിമിത്തം പ്രതികൂലങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായെന്ന് വരാം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടങ്ങളുണ്ട്. നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ഹല്ലേലൂയ, അതെ അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പോരാട്ടങ്ങളുണ്ട്. ബൈബിൾ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതെ വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. അപ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. നാം ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവിൽ ദൈവനാമത്തിൽ ചെയ്യുന്ന എല്ലാ വിഷയങ്ങൾക്കും പിന്നിൽ അതെ ശത്രുവായവൻ അല്ലെ അതിനെ തകർത്ത് കളയുവാൻ പോരാടുന്ന അനുഭവങ്ങളുണ്ട്. ഇവിടെ പത്രോസ് സുവിശേഷം പറയുകയാണ്. പത്രോസ് യേശു കർത്താവെന്ന് അതെ ശക്തിയോടെ പ്രസ്താവിക്കുകയാണ്. എന്നാൽ പത്രോസിനെ ഹല്ലേലൂയ ഹെരോദാവ് എന്ത് ചെയ്തു? അതെ തടവറയിലാക്കി. അവനെ 2 ചങ്ങലയാൽ ബന്ധിച്ചു. ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ അവനെ ഭാവിക്കുകയാണ്. എന്നാൽ എന്താ സംഭവിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 11. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 10-ാം വാക്യം വന്നിട്ടേ. 10-ാം വാക്യം, അവൻ 1-ാം കാവലും അതിന്റെ 9 8 7. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, നീ വേഗം എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. അങ്ങനെ അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ
താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവൻ 1-ാം കാവലും 2-ാമത്തെ കടന്നു, പട്ടണത്തിൽ ചെന്ന് ഇരുമ്പ് വാതിക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. 11-ാം വാക്യം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞാൽ ചില വിടുതലുകൾ വാസ്തവമായി നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. പത്രോസ് ചിന്തിച്ചു ഇതൊരു സ്വപ്നം കാണുന്നതാണ്. പക്ഷേ അതെ, പത്രോസിന് സുബോധം വന്നപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് വാസ്തവമായി സംഭവിച്ച ഒരു വിടുതലാണെന്ന്. അങ്ങനെയെങ്കിൽ വാസ്തവമായി അതെ ചിലത് നിങ്ങൾ അറിയാൻ പോകുകയാണ്. അതെ, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിലതിനെ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ശദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയുടെ നടുവിൽ കിടക്കുമ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ വാസ്തവമായി വിടുവിച്ചതുപോലെ, ആ തീയുടെ പൊള്ളലേക്കാതെ, തീയുടെ ഗന്ധം തട്ടാതെ അവരെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്നോ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾക്ക് അകത്തുനിന്നോ വാസ്തവമായി അതാ സംഭവം, വാസ്തവമായി നിങ്ങൾ അറിയാൻ പോവുക. ഹല്ലേലൂയ. യഹൂദ ജനത്തെ, ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുകയാണ്, കർത്താവ് വരെ വിടുവിച്ചപ്പോൾ അവർ എങ്ങനെയായി? അവർ സ്വപ്നം കാണുന്നത് പോലെയായി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ചിന്തിക്കത്ത നിലവാരത്തിൽ ചില അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ പോകും. ഹല്ലേലൂയ. ചില വിടുതലൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് സ്വപ്നമാണോ ചിലതൊക്കെ അങ്ങനെ സ്വപ്നങ്ങൾ. അപ്പോൾ ഇത് സ്വപ്നമല്ല, വാസ്തവമാണെന്ന് നിങ്ങൾ അറിയാൻ പോവുക. വാസ്തവമായി ചിലത് വാസ്തവമായിട്ട് ചില സംഭവിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാസ്തവമായി ചില സംഭവിക്കാൻ പോകും. വാസ്തവമായി ചില വിടുതലുകൾ, വാസ്തവമായി ചില സംഭവിക്കും. വാസ്തവമായി ചില വിടുതലുകൾ അത് നിങ്ങൾ അറിയും ഈ ദിവസങ്ങളിൽ. വാസ്തവമായി ചിലത് കർത്താവ് എന്തോ അത് തന്നെ പറയുന്നു. വാസ്തവമായി ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. നിങ്ങളത് അറിയാൻ പോകുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തിന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ അത് സംഭവിക്കട്ടെ. അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. കുടുംബ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. ചിലത് കർത്താവ് ചെയ്യും. ചില അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാൻ പോകും. ജനറേഷണൽ ബ്രേക്ക് ത്രൂകളെ കർത്താവ് കൽപ്പിക്കാൻ പോകുകയാണ്. ജനറേഷണൽ ബ്രേക്ക് ത്രൂകളെ കർത്താവ് കൽപ്പിക്കാൻ പോകുകയാണ്. അത് ജീവിതത്തിൽ സംഭവിക്കും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അങ്ങനെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോകുകയാണ്. തലമുറകളുടെ വിഷയങ്ങൾക്കകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികളെ നിങ്ങൾ കാണാൻ പോകുകയാണ്. അതെ, നിങ്ങൾ ഇന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പത്രോസ് ചിന്തിച്ചു സകലവും തീർന്നുപോയെന്ന്. സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതനിറങ്ങി അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. അവൻ്റെ മെയ്മേൽ നിന്ന് ചങ്ങല അഴിഞ്ഞു, അവൻ്റെ കൈമേൽ നിന്ന് ചങ്ങല അറിഞ്ഞു. അവന് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി ദൈവം ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു. വാസ്തവമായി ചിലത് നിങ്ങൾ അറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റാബാന ശാഗൽ കനാദിയാന്തര അർത്ഥപ്രവനതരക ശകതരാദ രക്ഷസ്മരന്തനാദി ലാംധേരി അമ്രബാന ശാഗൽ കനാദി. അപ്പോൾ വിടുവിക്കുന്നവനാണ് എൻ്റെ ദൈവം, സൗഖ്യമാക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. എന്നെ ആർ വിടുവിക്കും? എന്നെ ആർ ഉദ്ധരിക്കും? എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന്, എൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് എനിക്ക് വേണ്ടി ആർ പ്രവർത്തിക്കും എന്ന് ചോദിക്കുന്ന മേഖലകൾക്കകത്ത് വിടുവിക്കുവാൻ വേണ്ടി ഒരുവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ പേരാണ് നസറേനായ യേശു. അവൻ്റെ കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. സത്യത്താൽ അവൻ നമ്മെ വിടുവിച്ചു. അതെ, പുത്രനാൽ അവൻ നമ്മെ വിടുവിച്ചു. പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ വിടുതൽ നമ്മുടെ അവകാശമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിടുതലിനെ നാം സ്വീകരിക്കണം, ആ വിടുതലിനെ നാം ഏറ്റെടുക്കണം. ഒരു നിമിഷം എല്ലാവരും ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ. ഒരു നിമിഷം അതെ നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ആരാധനയുടെ അനന്തരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. ഇന്ന് പകൽ ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഏത് സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും, ഒരുപക്ഷെ എന്നെ അറിയാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാലും, നിങ്ങളെ അറിയുന്നവനായി, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവനായി, നിങ്ങളുടെ ആകുലതകളെ അറിയുന്നവനായി, നിങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നവനായി നസറേയനായ യേശു കർത്താവ് അതെ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ആ കർത്താവ് നിങ്ങളെ വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. കൃപയാൽ അവൻ നമ്മെ വിടുവിച്ചു, പുത്രനാൽ അവൻ നമ്മെ വിടുവിച്ചു, സത്യത്താൽ അവൻ നമ്മെ വിടുവിച്ചു, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ വിടുവിച്ചു. ഇന്ന് പകൽ ആ വിടുതൽ അതെ ഓരോ വ്യക്തികളുടെ മേലും വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ആ വിടുതൽ ഈ ദൈവസഭയുടെ മേൽ വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ ആ വിടുതൽ ഓരോ കുടുംബങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. എല്ലാ ആധാരങ്ങളും ദൈവസന്നിധിയിൽ അല്പസമയം ചലിപ്പിച്ചു തുടങ്ങിയാട്ടെ. അന്യഭാഷകൾ പ്രാപിച്ചവർ അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ച് ദൈവത്തിനൊരു മഹത്വം കരയറ്റിയാട്ടെ. ഇന്ന് പകൽ അസാധാരണമായ ചില വിടുതലുകൾ വ്യാപരിക്കട്ടെ. തലമുറയുടെ മേൽ ആ വിടുതൽ വ്യാപരിക്കട്ടെ. വ്യക്തികളുടെ മേൽ ആ വിടുതൽ വ്യാപരിക്കട്ടെ. എന്നെ ആർ വിടുവിക്കും, എന്നെ ആർ ഉദ്ധരിക്കും, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ പ്രശ്നങ്ങളിൽ എന്നെ ആർ വിടുവിക്കും. ഇന്ന് പകലിൽ വിടുവിക്കുന്നവനായ യേശു കർത്താവിന്റെ കരം ചിലരെ തൊടുന്ന അതെ പകലായി ഇന്ന് പകൽ മാറട്ടെ. കർത്താവേ, അങ്ങയുടെ മഹിമ ഈ ജനത്തിന്റെ മേൽ ഇറങ്ങണമേ. കർത്താവേ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം ഈ വ്യക്തികളെ തൊടണമേ. എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ വേദനകളും മാറട്ടെ, എല്ലാ നിരാശകളുടെ അനുഭവങ്ങളും മാറട്ടെ. അസാധാരണമായ ചില ബ്രേക്ക് ത്രൂകൾ ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ സംഭവിച്ചു തുടങ്ങട്ടെ.